warm welcome to all participants joining us today. So, വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായിട്ട് നടത്തിവരുന്ന ഇൻഡസ്ട്രി മാസ്റ്റർ ക്ലാസ് സീരീസിന്റെ 5th മാസ്റ്റർ ക്ലാസ് ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഡൊമൈനിലാണ് ഇന്ന് നടക്കുന്നത്. So, today's session is titled Your Data Journey from Aspirant to Analyst, an exciting and timely topic for all aspiring professionals interested in data science and analytics. I'm Arya, Program Executive at Cadus, and I will be a host for this session. So, ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി മാസ്റ്റർ ക്ലാസ് സീരീസുകൾ സംഘടിപ്പിക്കുന്നത് സ്റ്റുഡൻസിന് വേരിയസ് സെക്ടേഴ്സിലുള്ള പ്രൊഫഷണൽസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ആൻഡ് ഓൾസോ it helps you to understand career paths, industry trends, required skills, and real-world expectations. Through these sessions, Cadus aim to build bridges between academic learning and industry demands. So today, it's our great privilege to welcome our speaker for the evening, Dr. Bindu Krishnan, Senior Data Scientist at IBM Research and Development Software Labs, Kochi. She has over 20 years of experience in academics and research. She has previously served as professor and head of the Department of Data Science, Computer Science and IT at Jain University, Kochi, and held faculty positions at various reputed institutions. Her core areas of expertise include time series modeling, distribution theory, machine learning, artificial intelligence, and data analytics. Also, Dr. Bindu has conducted numerous invited lectures and hands-on sessions across the country and continues to inspire young professionals in their data journey. So, without further ado, let's hand it over to Dr. Bindu Krishnan. Ma'am, please. Thank you. Thank you, Arya. Am I audible? Yes, ma'am. Okay. Yeah. Good evening once again to all. Anyway, I'm glad that this some around 90 participants here. Okay. Anyway, so straight away starting from that title, it's quite difficult, because from aspirant to analyst. Because first of all, I would like to start with what is the role of, what is that term represents. The analyst ennu paranja nammal nowadays this term is actually, of course, that's a catchy word. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് കൊണ്ട് ഒരുപാട് മിസ്യൂസും ഉണ്ടാവുന്നുണ്ട്. ശരിക്കും അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ അനലിറ്റിക്സ് ഓർ ഡേറ്റ അനലിറ്റിക്സ് സെയിം ആണ്. ഇത് ജോബ് റെസ്പോൺസിബിലിറ്റി വരുന്ന ഒരു എംപ്ലോയി അല്ലെങ്കിൽ ആ പൊസിഷനെയാണ് ശരിക്കും അനലിസ്റ്റ് എന്ന് പറയേണ്ടത്. ഡേറ്റ അനലിസ്റ്റ് ആൻഡ് ബിസിനസ് അനലിസ്റ്റ് രണ്ടുണ്ട്. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ട് ഓഫ് സബ്ബാണ്, സബ്സെറ്റ് ഓഫ് ഡേറ്റ അനലിറ്റിക്സ് ആണ്, ഫോക്കസ്ഡ് ഓൺ ബിസിനസ് ആണ്. പക്ഷെ അത് കൂടാതെ ഇതുമായി ഒട്ടും റിലേറ്റ് ചെയ്യാതെ ഉള്ള പൊസിഷൻസ് പോലും ഇപ്പം അനലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ വാട്ട് എക്സാക്ട്ലി ദിസ് ഈസ്, എന്താണ് നമ്മൾ ഈ അനലിസ്റ്റ് അല്ലെങ്കിൽ അനലിറ്റിക്സ്, അതറിഞ്ഞാല് നമുക്ക് എങ്ങനെയാണ് ഈ ഡേറ്റ ജേർണി, നമ്മൾ ആ ഡേറ്റ ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുമ്പോൾ ചിലപ്പം പലർക്കും മനസ്സിൽ തോന്നുമായിരിക്കും, അയ്യോ മാം എൻ്റെ കയ്യിൽ ഡേറ്റ ഒന്നുമില്ല, അത് വെറുതെ. നിങ്ങൾ ഈ 1 മണിക്കൂർ 1 hour എൻ്റെ ടോക്ക് കേട്ടാൽ മതി. ഫ്രം ദാറ്റ് ഇറ്റ് സെൽഫ് യു വിൽ ബി ഏബിൾ ടു ജനറേറ്റ് ലോട്ട് ഓഫ് ഡേറ്റ. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ദാറ്റ് സ്ലാങ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ സ്ലാങ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ സ്ലാങ്ങിൽ എങ്ങനെയാണ് ഒരു ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് കൺവേർഷനൊക്കെ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനെ കുറിച്ചാണോ, ഇപ്പൊ അനലിറ്റിക്സ് എന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ 1 hour ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പം അനലിറ്റിക്സിനെ ലിങ്ക് ചെയ്ത് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. ഓഫ് കോഴ്സ് സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ എക്സാക്ട്ലി ദാറ്റ് ടേം അനലിറ്റിക്സ് യൂസ് ചെയ്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ലോട്ട്സ് ആൻഡ് ലോട്ട്സ്. ഞാനിപ്പോ 1 hour ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് എങ്ങനെ ഡേറ്റ
കണ്ടുപിടിക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുപോലെ ഇൻ യുവർ ഡെയിലി ലൈഫ് നിങ്ങൾക്ക് സെക്കൻഡ്സിൽ തന്നെ, നിങ്ങളെല്ലാം വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ, ഈ കാലത്ത് ഫോണല്ലേ, വാട്സപ്പ് ഉപയോഗിക്കാത്തവരായി ആരുമില്ല ഇല്ലേ? നമ്മൾ ഈ ഒരു 1 hour ഒന്നും എടുക്കണ്ട, ഒരു 5 minutes അല്ലെങ്കിൽ 1 minute നമ്മൾ ആ വാട്സപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്തുമാത്രം ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമോ? അപ്പൊ ഈ ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത്, അപ്പൊ ഡേറ്റ എന്ന് പറഞ്ഞാൽ അതിൽ there is no shortage in availability of data. ഇനി ഈ ഡേറ്റ നമ്മൾ ജനറേറ്റ് ചെയ്താൽ പോരെ, ഈ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. അത് പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പം കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനിയും ഒരാൾക്ക് തന്നെ, ഇപ്പൊ ഈ കൂട്ടത്തിലിരിക്കുന്ന ഇവിടെയുള്ള പാർട്ടിസിപ്പൻസിൽ ആരെങ്കിലും ഒരാൾ, അയ്യോ ഇപ്പം തോന്നുകയാണ് എനിക്ക് എൻ്റെ എന്താ പറയണ്ടേ ലാംഗ്വേജ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ കോഡിങ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ മാത്സിൽ വീക്കാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അത് ഓഫ് കോഴ്സ് ഇപ്പം മാത്സിൽ വീക്കാന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് കൂടുതൽ പഠിച്ചാൽ അത് ഓവർകം ചെയ്യാൻ പറ്റും. അത് ഓക്കെ, ദാറ്റ് ഈസ് ദയർ. ബട്ട് ബിഫോർ ദാറ്റ് വൈ, അത് എന്തുകൊണ്ടാണെന്നൊന്ന് കണ്ടുപിടിക്കണം. ഞാൻ മാത്തമാറ്റിക്സിൽ വീക്കാണ്, അല്ലെങ്കിൽ എനിക്ക് കോഡിങ്ങിൽ ഞാൻ വീക്കാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് സ്പീക്കിംഗ് പുവറാണ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പല ഡേറ്റ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് ജനറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അത് അനലൈസ് ചെയ്ത്, ഇത് അനലൈസ് ചെയ്യുന്നതിന് വലിയ കോഡിങ്, വലിയ കോഡറൊന്നും ആകണമെന്നൊന്നുമില്ല. See, just I'm sharing my experience. I'm not basically a computer science person. ഞാൻ ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ സയൻസ് പേഴ്സൺ ആയിരുന്നില്ല. ഞാൻ ആക്ച്വലി I'm a BSc മാത്തമാറ്റിക്സ് പേഴ്സൺ ആണ്. ഞാൻ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞ് MSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ്, ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, എൻ്റെ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് ഞാൻ. സ്റ്റാറ്റിസ്റ്റിക്സ് PhD കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഒരു അപ്ലൈഡ് ഫീൽഡിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു. ഞാൻ PhD ചെയ്യുമ്പോൾ ആർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് വന്നിട്ടാണ് എനിക്ക് വേറെ പ്രോഗ്രാമിംഗ് പഠിക്കുന്നത്. അങ്ങനെ താല്പര്യം കൊണ്ട് ആഫ്റ്റർ മൈ PhD ഉള്ളി ഐ ഹാഡ് ഡൺ ആൻ MTech in AI and data science. അപ്പോൾ ഞാൻ ആ ബേസിക്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ MScക്ക് പഠിക്കുന്ന കാലത്ത് ഒരു പ്രോഗ്രാമിംഗ് പോലും ഇല്ല, ഒരു പ്രോഗ്രാമിംഗ് പോലും ഇല്ലാത്ത 96-98 പക്ഷെ ഇന്ന് ഞാൻ ശരിക്കും ആ ഒരു ഫീൽഡിലാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാനിങ്ങനെ സെഷൻസ് പലയിടത്തും എടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു ടോപ്പിക്കിൽ ഒരു സെഷൻ എടുക്കാൻ എനിക്ക് കൊതിയാണ്. ബിക്കോസ് എവ്രിവൺ ഈസ് കോളിംഗ് മീ, സ്പെഷ്യലി ഇൻ ദ ഏരിയ ഓഫ് ഐദർ ഡേറ്റാ സയൻസ് ഓർ ഡേറ്റ അനാലിറ്റിക്സ് ഓർ AI ഓർ ML അല്ലെങ്കിൽ പൈത്തൺ ആർ എല്ലാത്തിലുമാണ്. ഓഫ് കോഴ്സ് താങ്ക് ഗോഡ് ഫോർ ദാറ്റ്, എനിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതിന് നന്ദിയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പ്രോഗ്രാമിങ്ങും പോലും ഞാൻ എൻ്റെ അതായത് അക്കാഡമിക്സ് സമയത്ത് പഠിച്ചിട്ടില്ലാത്ത എനിക്ക് ഇത്രയും പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളല്ലേ, സ്പെഷ്യലി സ്റ്റുഡൻസ് അല്ല ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളത് കൂടുതലും, നിങ്ങൾക്കൊക്കെ ഇനിയും ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അയ്യോ കോഡിങ് എന്ന് പറഞ്ഞ പൊതുവെ എസ്പെഷ്യലി ദാറ്റ് നോൺ IT അല്ലെ നോൺ CS സ്റ്റുഡൻസ് എന്ന് പറയുമ്പം കോഡിങ് എന്ന് പറയുന്ന ഒരു പേടി, അത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ. ഇപ്പൊ ആർ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയുന്നത് കൂടുതലും ഇപ്പോ നൗഡേയ്സ് ആക്ച്വലി വി ക്യാൻ സീ ദാറ്റ് അത് മോർ ദാൻ ദിസ് മാത്സ് സ്റ്റാറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുകാരെക്കാളും കൂടുതൽ ഇപ്പൊ സോഷ്യൽ സയൻസുകാരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് എക്കണോമിക്സ് അല്ലെങ്കിൽ MBA ഓർ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവരാണ് ഉപയോഗിക്കുന്നത്. കാരണം അവർക്കും ഇൻബിൽഡ്, അതായത് യൂസർ ജസ്റ്റ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എക്സൽ പോലുള്ള സോഫ്റ്റ്വെയർസ്, ഞാൻ ടെക്നിക്കൽ ടേം അധികം ഉപയോഗിക്കുന്നില്ല ബിക്കോസ് ഐ തിങ്ക് ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഹോമോജീനിയസ് ഗ്രൂപ്പ് അല്ല, ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആണല്ലോ. നോൺ IT-കാർക്ക് ഒരുപാടുണ്ടല്ലോ. അപ്പൊ ടെക്നിക്കൽ ടേം ഞാൻ അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ഫോർ ദം. അപ്പൊ നമ്മൾ എക്സൽ പോലുള്ള സോഫ്റ്റ്വെയർസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ലാതെന്ന് വെച്ചാൽ, ഇപ്പം സോഷ്യൽ സയൻസുകാർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നുള്ളൂ എക്സൽ അല്ലെ SPSS പോലുള്ള സോഫ്റ്റ്വെയർസ്. അപ്പൊ അവര് പ്രോഗ്രാമിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഇപ്പൊ റിസർച്ച് ഒക്കെ. ഇനിയും പോട്ടെ, നിങ്ങൾക്ക് അത്രയും ഒരു പേടിയാണ്, നിങ്ങൾക്ക് സാധിക്കുന്നില്ല, വേണ്ട. പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച, അതായത് ആർ, പൈത്തൺ, സാസ് ഇത് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്കൊരു അനലിസ്റ്റ് ആയിട്ട്, ഡേറ്റ അനലിസ്റ്റ് ആയിട്ട്, സ്പെസിഫിക്കലി ഐ എം സെയിങ് ഡേറ്റ അനലിസ്റ്റ്, ഞാൻ ഇൻ ദിസ് 1 hour ടോക്ക് ആക്ച്വലി ഐ വുഡ് ഫോക്കസ് ഓൺലി ഓൺ
ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്, അല്ലാതെ വെറുതെ ആ ഒരു ഡേറ്റ ഹാൻഡ്ലിങ്, ഡേറ്റ ഉപയോഗിക്കുകയേ ചെയ്യാതെ ഉള്ള ഒരു റോളിനെ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല, ആ ഒരു ക്യാച്ചി വേർഡ് ആയതുകൊണ്ട് ചില കമ്പനീസ് ഒക്കെ അങ്ങനെ ഡേറ്റ റിലേറ്റഡ് തിങ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഐ ആം ഫോക്കസിങ് ഹിയർ ഓൺലി ഓൺ പ്യൂർലി ഓൺ ദാറ്റ് analytics related to data, that is data analytics or analytics or that position related to this analyst. So anyway, okay. So why I mentioned this thing, reason is that നമുക്ക്, നിങ്ങൾ പ്രോഗ്രാമിംഗ് അറിയാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അനലിസ്റ്റ് റോളിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ലോട്ട് ഓഫ് ടൂൾസ് ആർ ദെയർ. ഇപ്പോ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് AI ടൂൾസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. AI, ML ഇങ്ങനെയുള്ള കാര്യം. ഓഫ് കോഴ്സ് അത് തന്നെയാണ് ഈ ഒരു പൊസിഷൻ, അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പ്രോഗ്രാമിംഗ് അറിയുന്നതുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് വിചാരിക്കരുത്. പ്രോഗ്രാമിംഗ് അറിയാൻ പാടില്ലാത്തവർക്കും ഇതിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ബ്രീഫായിട്ട് ഒന്ന് ഈ വാക്കുകൾ, എന്താണ് ഡേറ്റ സയൻസ്, അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ AI എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ ഒരുപാട് ഐ എം നോട്ട് പ്ലാനിങ് ടു ഗോ ടെക്നിക്കലായിട്ട് ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ജസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ സ്മോൾ ഇൻട്രോ ഓൺ ദീസ് തിങ്സ്. ഇതൊക്കെ കാര്യം, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്. ഓക്കെ, സോ ലെറ്റ് മീ ഷെയർ എ സ്മോൾ PPT. I think the PPT is visible. Yes, ma'am. Okay. ഡേറ്റ സയൻസിൽ തന്നെ തുടങ്ങുകയാണ്. ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് സയൻസ് ഓഫ് യൂസിങ് ഡേറ്റ, ഡേറ്റ ഉപയോഗിക്കുന്നതിന്റെ ശാസ്ത്രം. എന്തിനു വേണ്ടിയാണ്? ടു ബിൽഡ് മോഡൽസ്. ഈ മോഡൽസ് നമ്മൾ ബിൽഡ് ചെയ്യും. അപ്പൊ ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ മോഡൽസ് ബിൽഡ് ചെയ്യും. ഈ മോഡൽസ് ബിൽഡ് ചെയ്തതിന് ശേഷം എന്താണ്? ദാറ്റ് ലീഡ് ടു ബെറ്റർ ഡിസിഷൻസ്. ബെറ്റർ ഡിസിഷൻസിലേക്ക്, തീരുമാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ബെറ്റർ ഇൻസൈറ്റ്സ്. ഇനി ആ ഇൻസൈറ്റ്സ് കൊണ്ടുവന്നതിന് ശേഷം, കൊണ്ടുവന്നതിന് ശേഷം, അല്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടങ്ങ് നിർത്തുകയല്ല. which in turn add values to individuals ആകാം, companies ആകാം, organizations or institutions, etc. Or simply data science എന്ന് പറഞ്ഞാൽ transforming information into knowledge. അതൊരു വൺ വേർഡ് ആണ്, ഇൻഫർമേഷൻ, നോളജ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് അതിനെ മോഡൽസ് ബിൽഡ് ചെയ്യും. സയൻസ് ഓഫ് യൂസിങ് ഡേറ്റയാണ്, മോഡൽസ് ബിൽഡ് ചെയ്യും. അതിനെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകും. ഈ ഡിസിഷൻ മേക്കിംഗ് ഉപയോഗിച്ച് ഇൻഡിവിജ്വൽസോ അല്ലെ കമ്പനീസോ ഓർഗനൈസേഷൻസ് ഒക്കെ വാല്യൂസ് കൂട്ടും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അപ്പൊ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കാൻ, ഡേറ്റ സയൻസും ഡേറ്റ അനലിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അനലിറ്റിക്സ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാലും സിംപ്ലി മേക്കിംഗ് യൂസ് ഓഫ് ഡേറ്റ ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ്. മേക്കിംഗ് യൂസ് ഓഫ് ഡേറ്റ ഉപയോഗിക്കുക ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇത് രണ്ട് സെയിം ആണ്. സിംപ്ലി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും തമ്മിലുള്ള വ്യത്യാസമില്ലേ, അതാണ് ഇത് തമ്മിൽ. അതായത് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ആ ആപ്ലിക്കേഷൻ സൈഡിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ദാറ്റ്സ് ആൻ ആക്ച്വലി അംബ്രല്ല ടേം ആണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ് സയന്റിഫിക് മെത്തേഡ്സ് ഉണ്ടാവും, അൽഗോരിതംസ്, ടൂൾസ്, എല്ലാ കാര്യങ്ങളും. നമ്മൾ ആ സ്ട്രക്ചർ ചെയ്ത ഡേറ്റ നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഡേറ്റ, ഇപ്പൊ ഞാൻ നേരത്തെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. അതേപോലുള്ള ഉദാഹരണങ്ങൾ ഇപ്പൊ എൻ്റെ ഈ സ്പീച്ചിന്റെ ഈ ടോക്കിന്റെ ഒരു നിങ്ങൾ എന്തെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു 10 മിനിറ്റ് സംസാരിച്ച് അതിൽ നിന്ന് നിങ്ങൾ ഒരു 5 പേരെ അടുത്തിരുത്തിട്ട് ഇതിൽ നിന്നൊരു ഡേറ്റ, ഞാൻ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചു, എന്തൊക്കെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ് എങ്ങനെ മെഷർ ചെയ്യാം, ഒന്ന് റെക്കോർഡ് ചെയ്യാം, വോയിസ് റെക്കോർഡ് ചെയ്തൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ. അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു 5 സെന്റൻസ് പറഞ്ഞു, നെക്സ്റ്റ് 5 സെന്റൻസസ് എന്തായിരിക്കും,
അതും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഞാനിപ്പോ ഒരു 5 സെന്റൻസ് പറഞ്ഞു, അടുത്ത 2 സെന്റൻസ് എന്താണെന്ന് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ അതെങ്ങനെയാണോ ഉറപ്പ്? അതാണ് പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ആക്ച്വലി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നൊരു ഏരിയ ഉണ്ട്. അതിനകത്ത് ചില ടൂൾസ്, അതും ഡീപ്പ് ലേണിംഗോടെ കണക്ട് ചെയ്ത ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് തന്നിട്ട്, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്, ഒരു മ്യൂസിക്കിന്റെ ആദ്യ കുറച്ച് ലൈൻസ് ഉപയോഗിച്ച് നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂഷൻ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി അത് മെഷർ ചെയ്യാനൊക്കെ സാധനങ്ങളുണ്ട്. എന്ത് നമ്മൾ ഈ ഡേറ്റാ സയൻസിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഡീപ്പ് ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിലൊക്കെ ഇത് ചെയ്യുന്നത്, ഈ പ്രഡിക്ഷൻസ് നമുക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് അതിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. അപ്പൊ ആ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കണ്ടിന്യൂവേഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ബേസ്ഡ് മെത്തേഡൊക്കെ ഉണ്ട്. NLP-യിലൊക്കെ പ്രോബബിലിറ്റി ഏതിനാണോ പ്രോബബിലിറ്റി കൂടുതൽ, അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വാക്കുകൾ, ഓരോ വാക്കുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെന്റൻസസ് കണ്ടുപിടിക്കാം. അപ്പൊ പ്രോബബിലിറ്റി കൂടുതൽ ഏതാണ് അതാണ് നമ്മൾ ബെറ്റർ ആയിട്ട്. പിന്നെ 100% ഒരിക്കലും അറിയാമല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെ പ്രോബബിലിറ്റി നമുക്ക് ഒരിക്കലും ഇപ്പൊ ഇന്നിപ്പം മഴ പെയ്യും, നമ്മളിങ്ങനെ മഴ നിൽക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇന്ന് മിക്കവാറും ജില്ലകളിലൊക്കെ അവധി പ്രഖ്യാപിച്ചു. പക്ഷെ ചില ജില്ലകളിലൊന്നും ഇന്നലത്തെ അത്രയും മഴ ഉണ്ടായില്ലല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇനി നാളെ അതേപോലെ, ചിലപ്പോൾ നാളെ ഫുൾ മഴയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെയിൽ തെളിയാം. അതൊക്കെ പ്രോബബിലിറ്റി ആണല്ലോ. ചാൻസ് ഈസ് ദയർ, 100% നമ്മൾ ഒരിക്കലും പറയില്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക്, പക്ഷെ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചാൻസ് അല്ല, നമുക്ക് കിട്ടുന്ന ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ വാലിഡിറ്റി അല്ലെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനുള്ള മെഷേഴ്സ് ഉണ്ട്. പല മെഷേഴ്സ് ഉണ്ട്. അത് മെഷീൻ ലേണിംഗ് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് അതറിയാം. ആ മെഷേഴ്സ് ഉപയോഗിച്ച് അതിന്റെ അത്രം ഇത് കറക്റ്റ് ആണ്. ചിലപ്പോൾ 90% ആകാം, ചിലപ്പോൾ 50% ആകാം. അങ്ങനെ അത് പല പെർഫോമൻസ് മെഷേഴ്സും പ്രോബബിലിറ്റി ബേസ്ഡ് ഒക്കെ ഉണ്ട്. പ്രോബബിലിറ്റി കൂടുതലാണെങ്കിൽ ഇതാണ് ഈ ഹയസ്റ്റ് പ്രോബബിലിറ്റി വരുന്ന ഏതാണ്, അതാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നൊക്കെ പറയും. അപ്പൊ എനിവേ, ഞാൻ പറഞ്ഞത് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്. അത് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും ഡീപ്പ് ലേണിംഗോടെ കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഒരുപാട്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ LLM ഒക്കെ കേട്ടിട്ടുണ്ടാവും, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അതൊക്കെ ഇതിന്റെ ഒരു ഹയർ ലെവൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എനിവേ, അപ്പൊ ഡേറ്റാ സയൻസും ഡേറ്റ അനാലിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. ഇനിയും ഈ ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നതിൽ കുറച്ച് സ്റ്റേജസ് ഒക്കെ ഉണ്ട്. അതിനു മുമ്പ് ആ സ്റ്റേജസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഡേറ്റാ സയൻസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അത് ശരിക്കും ഒരു അംബ്രല്ല ടേം പോലെ ആണ്. എല്ലാ കാര്യങ്ങളും ചേരുന്നതാണ്. അതായത് ഡേറ്റ കളക്ട് ചെയ്യുന്ന, ഡേറ്റ പ്രോസസ് ചെയ്യുന്ന, ക്ലീൻ ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റിംഗ് ഡേറ്റ അനാലിസിസ് മോഡൽസ് ബിൽഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഓർ സിംപ്ലി സെയിങ് ഒബ്ടൈൻ ഡേറ്റ കിട്ടുന്നു, സ്ക്രബ് ചെയ്ത് വെച്ചാൽ ആ ക്ലീനിങ്ങിന് വേണ്ടി ദെൻ എക്സ്പ്ലോർ ചെയ്യുക, ഡേറ്റയെ വെച്ച് എന്തൊക്കെ കണ്ടുപിടിക്കാം, പിന്നെ അത് മോഡൽ കൊണ്ടുവരും, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർന്നാണ് ഡേറ്റ സയൻസ് പ്രോസസ്. ഇനി നമ്മൾ ഡേറ്റാ സയൻസിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോൾ ഈ വാക്കുകളും അതിൽ നിന്ന് ചേരുന്നുണ്ട്. ഈ വാക്കുകൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സബ്സെറ്റ് ഓഫ് ഡേറ്റാ സയൻസ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് AI. ഇപ്പൊ AI എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ഒരു വൈഡ് റേഞ്ചിങ് ഫീൽഡ് ഓഫ് സ്റ്റഡി ആണ്. that is concerned with building machines, building machines capable of performing tasks which typically requires human intelligence. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താന്ന് പറയേണ്ട കാര്യമില്ല, മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ മെഷീൻ ലേണിംഗ് അനുബന്ധമാണ്. ഈ മെഷീൻ ലേണിംഗ് ആണ് നമ്മൾ കൂടുതലും പ്രഡിക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി വേറെ ഒരു കാര്യം കൂടെ ഞാൻ ബി ഫ്രാങ്ക്, ഇപ്പൊ എല്ലാവരും ചിലപ്പോ ഈ ഒരു ഫിഗറിനോടെ യോജിച്ചു എന്ന് വരില്ല. പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയിലൊക്കെ ചില സ്പെസിഫിക് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അതായത് ഡേറ്റാ സയൻസിനകത്തല്ലല്ലോ AI. അപ്പൊ സം വിൽ പ്രൊസീഡ് വിത്ത് ലൈക്ക് ദിസ്, AI ആണ് ഫുൾ, അതിന്റെ ഇങ്ങനെ ഒരു ഡേറ്റാ സയൻസ്. സോ വാട്ട് ഓർ ബി ദാറ്റ്, ഞാൻ അതിനെ ആർഗ്യൂ ചെയ്യുന്നില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് 2 രീതിയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പ്രത്യേകിച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേ രീതിയിലായിരിക്കും. പക്ഷെ ആ ഒരു ഇൻഡസ്ട്രി സൈഡിൽ വരുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. AI ആണ് അവിടെ ടോപ്പ് വരുന്നത്. ഓക്കെ, ഇനി ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. വാട്ട് ഓവർ ബി ദാറ്റ്, എങ്ങനെ ആയിക്കോട്ടെ, അതിനകത്തോ പുറത്തോ എന്ത് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഡേറ്റ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതെന്താ വ്യത്യാസം അത് വന്നു വെച്ചാൽ, ജസ്റ്റ് ഐ ക്യാൻ ഷെയർ യു ഒരു 1 സെന്റൻസ് പറയാം.
അതായത് നമ്മൾ ഇവിടെ ഡേറ്റാ സയൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഡേറ്റ ഉപയോഗിച്ചാണല്ലോ. പക്ഷെ there are some AI ടൂൾസ് ഉണ്ട് നമ്മൾ ഡേറ്റ ഉപയോഗിക്കാൻ. AI ടൂൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നന്നായി AI പഠിച്ചിട്ട് ഇരിക്കുന്നവർ ചിലപ്പോൾ ഇതങ്ങനെ ഒരു AI ടൂൾ ആകുന്നത് എന്ന് ചോദിച്ചേക്കാം. എനിവേ അങ്ങനെ ഇപ്പൊ AI എന്ന് പറയുന്നത് അറിയാമല്ലോ, അത്രയും ഒരു ഹൈപ്പുള്ള ഒരു ടേം ആണല്ലോ. അപ്പൊ ഒരുപാട് ഓക്കെ, എനിവേ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സോ വാട്ട് എവർ ബി ദിസ് തിങ്, വെദർ യു എഗ്രി ടു ദിസ് പെർട്ടിക്കുലർ തിങ് ഓർ ദിസ് പെർട്ടിക്കുലർ തിങ്, ഇറ്റ്സ് അക്സെപ്റ്റബിൾ ടു മീ, നോ പ്രോബ്ലം. ഓക്കെ, എനിവേ അപ്പൊ ഇനി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമുക്ക് there is no shortage in availability of data. പക്ഷെ ഈ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക? നമ്മൾ അതിനകത്ത് ചില ടെക്നിക്സുകൾ അല്ലെങ്കിൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് ആ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമാണ്. കുറച്ച് ഭയങ്കര ഹയർ ലെവലിലൊന്നും വേണ്ട, കുറച്ച് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് ടു ബിക്കം ആൻ അനലിസ്റ്റ്. ഒരു അനലിസ്റ്റ് ആകാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ് കുറച്ച് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. പ്രോബോളിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വളരെ പേടിയായിരിക്കും. പ്രോബോളിറ്റി ഇല്ലാതെ ഈ ഏരിയയിൽ ഒരു സംഗതി നടക്കില്ല. പക്ഷെ പ്രോബോളിറ്റി നിങ്ങൾ സ്കൂൾ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെ എന്താ പറയണ്ടേ, there are two bags here, one ball is transferred from this to other, അതിൽ നിന്ന് ഒരു വിത്ത് റീപ്ലേസ്മെന്റ്, അങ്ങനെയുള്ള പ്രോബ്ലം സോൾവിംഗ് ഒന്നും അല്ല ഇവിടെ. നമുക്ക് കുറച്ച് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബേസ് തിയറം കേട്ടിട്ടുണ്ടാവും പലര്. ബേസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ്, ബേസ് തിയറം ഉപയോഗിച്ച് മെഷീൻ ലേണിംഗിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ അൽഗോരിതം അല്ലെ ടെക്നിക് അല്ലെങ്കിൽ മെത്തേഡ് ഉണ്ട്. ഈ അൽഗോരിതം എന്നുള്ള വാക്ക് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. കമ്പ്യൂട്ടർ സയൻസ് CS ലാംഗ്വേജ് പറയുമ്പോൾ അത് അൽഗോരിതം, ജസ്റ്റ് യു ടേക്ക് ഇറ്റ് ആസ് എ മെത്തേഡ്. ഒരു മെത്തേഡ് എന്നല്ല, ഒരു ടെക്നിക് ഉണ്ട്, അതിനെ നേവ് ബേസ് അൽഗോരിതം എന്ന് പറയും. അതിന്റെ ബേസ് എന്ന് പറയുന്നത് ബേസ് തിയറം മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ ബേസ് തിയറം അറിയാവുന്നവർക്കറിയാം, അതിനകത്ത് പ്രോബബിലിറ്റിയുടെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോബബിലിറ്റിയെ കുറിച്ച് ഒരു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്ന് വിചാരിച്ച് പണ്ട് കാലത്ത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ ചെയ്ത പോലെ ട്വിസ്റ്റഡ് അല്ല ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്തൊന്നും അറിയില്ല. ആ കൺസെപ്റ്റ് മനസ്സിൽ നിന്നാൽ മതി. ഓക്കെ, അപ്പൊ മെഷീൻ ലേണിംഗിൽ ഒരുപാട് അൽഗോരിതം. മെഷീൻ ലേണിംഗിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അത് പറഞ്ഞു തുടങ്ങിയത് ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ മെഷീൻ ലേണിംഗിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ ഡേറ്റ എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചില മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് പ്രഡിക്ഷൻസിലേക്ക് വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പിന്നെ അതിലുണ്ട് ട്രെയിനിങ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ടെക്നിക്കലി പോകുന്നില്ല. പക്ഷെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കയ്യിലുള്ള ഡേറ്റ പ്രോസസ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അതിനകത്ത് ചില മെത്തേഡുകൾ, ഈ മെത്തേഡുകൾ അപ്ലൈ ചെയ്യാന്ന് പറയുന്നുള്ളൂ. അവിടെയാണ് നമ്മൾ സ്റ്റാറ്റ്സ് ആൻഡ് മാത്സിന്റെ ആവശ്യം വരുന്നത്. ഇനി നമ്മൾ ഈ ഡേറ്റ ഈ മെത്തേഡിന് അപ്ലൈ ചെയ്യുക. അപ്പൊ ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 10 20 ഡേറ്റ അല്ല, നമ്മുടെ കയ്യിൽ ചിലപ്പം ലാക്സ് ആൻഡ് അല്ലെങ്കിൽ ക്രോസ് അല്ല മില്യൺസ് ഓഫ് ഡേറ്റ ആയിരിക്കും. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലി ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഡേറ്റ കൂടുന്തോറും നമുക്ക് കിട്ടുന്ന പ്രഡിക്ഷൻസ് കൂടുതൽ ആക്യുറേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മളൊരു 10 ഡേറ്റ ഉപയോഗിച്ച് കിട്ടുന്ന പ്രഡിക്ഷൻ അല്ല നമ്മളൊരു 1 lakh കിട്ടുന്നത്. അതിന്റെ ആ ആക്യുറസിയെക്കാളും ഒരു ഫാർ ബെറ്റർ ആയിരിക്കും നമ്മളൊരു 1 lakh അല്ലെങ്കിൽ 1 crore or 1 million ഡേറ്റാ സെറ്റ് ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ ഇത്രയും ഡേറ്റാ സെറ്റ് ആകുമ്പോൾ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് എൻ്റർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, ഒരുപാട് സമയം പോയില്ല. അവിടെയാണ് നമുക്ക് ടൂൾസിന്റെ ആവശ്യം വരുന്നത്, സോഫ്റ്റ്വെയറിന്റെ ആവശ്യം വരുന്നത്, കമ്പ്യൂട്ടർ സയൻസിന്റെ ആവശ്യം വരുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രാമിംഗ് ആണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര നമ്മുടെ ഡേറ്റ സൈസ് ഹൈ ആണെങ്കിലും ലാർജ് സൈസ് ആണെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക. മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ മെനു തന്നിട്ടുണ്ട്. നമ്മുടെ എക്സൽ പോലുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അങ്ങനെ ഇപ്പൊ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്ക് ഒരു അനലിസ്റ്റ് റോളിൽ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പ്രോഗ്രാമിംഗ് ഒട്ടും അറിയാൻ പാടില്ലാത്തവർ എത്രയോ ഹൈ പാക്കേജിൽ എത്രയോ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ്, പ്രത്യേകിച്ച് ബിസിനസ് അനലിസ്റ്റ് റോളൊക്കെ കൂടുതലും അങ്ങനെയാണ്. മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എക്സലിൽ തന്നെ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഈ വിഷ്വലൈസേഷന് വേണ്ടി ടാബ്ലൂ,
ദെൻ പവർ ബി ഐ, മൈക്രോസോഫ്റ്റിന്റെ പവർ ബി ഐ, അങ്ങനെയൊക്കെ പറഞ്ഞ, പിന്നെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കേട്ടിട്ടുണ്ടാകും, SPSS എന്ന് പറയും. അങ്ങനെ പിന്നെ ഒരുപാടുണ്ട്, മിനി ടാബ് അല്ലെങ്കിൽ ജാമോവി, ഒരുപാട് സോഫ്റ്റ് JSP എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ ടൂൾസ് ഉപയോഗിക്കാൻ കുറച്ച് അറിഞ്ഞിരിക്കണം. ഒരു സൈഡില് നമുക്കൊരു ഡേറ്റ കിട്ടിയാൽ എന്താണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്, അതിനു വേണ്ടി കുറച്ച് മാത്സ് ഡാറ്റ അറിയണം. അങ്ങനാണെങ്കിൽ ഈ യെസ് മാഡം, എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ഈ ഡേറ്റ എന്തിനു വേണ്ടി കളക്ട് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു, അത് എങ്ങനെയാന്നുള്ളതൊന്ന് പറഞ്ഞു തരാമോ? ഡേറ്റ എന്തിനു വേണ്ടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കറസ്പോണ്ടിങ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ റിസർച്ചർ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം ഈ പ്ലാറ്റ്ഫോം, ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ സപ്പോസ് ഹി ഈസ് വീക്ക് ഇൻ മാത്ത്, ഹി ഓർ ഷീ ഈസ് വീക്ക് ഇൻ മാത്തമാറ്റിക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു ഡയറക്റ്റ് വേ അത് കൂടുതൽ മാത്സ് സോൾവ് ചെയ്യുക, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പക്ഷെ അതിലുപരി എന്തുകൊണ്ടാണ് ആ കുട്ടി മാത്തമാറ്റിക്സിൽ വീക്കാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കുട്ടിയുടെ അതായത് ഒരു ക്രൈറ്റീരിയ മേ ബി മാർക്സ് ഒബ്ടൈൻഡ് ബൈ ദാറ്റ് സ്റ്റുഡന്റ് ഇൻ ദ പ്രീവിയസ്, എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഇങ്ങനാണോ, ഓക്കെ. പിന്നെ ആ കുട്ടിയുടെ എന്താ പറയണ്ടേ, ഈ മാത്തമാറ്റിക്സ് ആൻസർ ഷീറ്റ്സിൽ നിന്ന് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ ഉണ്ടാണോ തെറ്റുന്നത്, അല്ലെങ്കിൽ അഡീഷൻസ്, മിസ്റ്റേക്സ് ഇൻ അഡീഷൻ ഒരു കോളം എടുക്കാം, അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഇൻ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒരു കോളം എടുക്കാം. അങ്ങനെ പല കോളംസ്. അപ്പൊ ആ കുട്ടിയുടെ മാത്തമാറ്റിക്സ് ടാലന്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഡേറ്റ വിൽ ബി കളക്റ്റഡ് ബേസ്ഡ് ഓൺ that students അല്ലെങ്കിൽ that participants ability to എന്താ പറയണ്ടേ, സോൾവ് പ്രോബ്ലംസ് ഇൻ മാത്തമാറ്റിക്സ് പ്രീവിയസ് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ്. മെഷീൻ ലേണിംഗിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പാസ്റ്റ് ഡേറ്റ ആണ്. പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്യൂച്ചർ പ്രഡിക്ഷൻസിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു കമ്പനിയുടെ എന്താ പറയണ്ടേ, വേറൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു കമ്പനിയുടെ സെയിൽസ് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് ഒരു കോമൺ എക്സാമ്പിൾ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് AI തന്നെ അവിടെ യൂസ് ചെയ്യാലോ, ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് AI തന്നെ യൂസ് ചെയ്യാലോ. നമ്മൾ ഈ AI യൂസ് ചെയ്യുന്ന, AI എന്താ ഉപയോഗിക്കുന്നത്? AI എന്താണ് ഉപയോഗിക്കുന്നത്? ഈ AI എന്ന് പറയുന്നത് ചില സമയത്ത് ഡാറ്റാസ് കളക്ട് ചെയ്യാറില്ലേ? എനിക്ക് മനസ്സിലായില്ല. അത് AI എന്ന് പറഞ്ഞ ഒരു പറയൂ. നമ്മളൊരു സെർച്ച് എഞ്ചിനിൽ കയറി ഒന്ന് സെർച്ച് ചെയ്യാൻ നേരത്തെ നിങ്ങൾ റോബോട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആ വഴിയൊക്കെ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. നമുക്കുള്ള സ്കോപ്പ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഡാറ്റ അല്ല ചോദിച്ചത്, എന്ത് ഡാറ്റയാണ് കളക്ട് ചെയ്യുന്നതെന്നല്ലേ എന്നോട് നേരത്തെ ചോദിച്ചത്. അതായിരുന്നില്ലേ ഡൗട്ട് ചോദിച്ചത് അല്ലെ? പക്ഷെ ഇപ്പൊ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഡാറ്റയാണ് അല്ലേ? എനിവേ ഞാൻ അങ്ങനെ ബ്ലെയിം ചെയ്യല്ല, എനിക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ആൻസർ തരാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് ഡേറ്റ ആണെങ്കിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ മെത്തേഡ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് ഡേറ്റ കിട്ടാനായിട്ട്. പക്ഷെ നമ്മുടെ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവാ, ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഓണറിന് അയാളുടെ ബിസിനസ് ഒരു നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് ഒരു എന്താ പറയണ്ടേ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ വെബ്സൈറ്റിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് കാര്യമുണ്ടോ? ഈ പറഞ്ഞ രീതിയിൽ സെർച്ച് ചെയ്ത ഡേറ്റ എടുത്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അത് ഓഫ് കോഴ്സ് ദാറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് റിസർച്ചർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ തന്നെയാണ്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു പോപ്പുലർ ടെക്നിക്ക് തന്നെയാണ്. മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് എന്ന് പറയും. മെഷീൻ ലേണിംഗിന്റെ ഒരു ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. അതിനകത്ത് ഒരു അസോസിയേഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വരുന്ന ഒരു വളരെ പോപ്പുലർ എക്സാമ്പിൾ ആണ് മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ്, നമ്മളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാണ്.
അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ നമ്മളിപ്പോ ഒരു സാധനം മേടിക്കാൻ നിന്ന് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ലിസ്റ്റ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ലിസ്റ്റ് തന്ന ആ ലിസ്റ്റ് പോയി മേടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ പോയാൽ തന്നെ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ദാറ്റ് ഐറ്റം ഈസ് ഗുഡ് ഓർ ബാഡ് എന്ന് ഒന്നും നോക്കില്ല, തീർച്ചയായും അവിടെ നല്ല മേടിക്കുകയുള്ളൂ. ഓക്കെ, ഇനിയും പറയാം. അപ്പൊ ഒരു ലിസ്റ്റിലുള്ള ഐറ്റം, സപ്പോസ് ദാറ്റ് ലിസ്റ്റ് കണ്ടെയ്ൻസ് സം വെജിറ്റബിൾസ്, അല്ലെങ്കിൽ സം ഗ്രോസറി, അല്ലെങ്കിൽ സം എന്താണ് ഈ എഡ്യൂക്കേഷൻ, ഈ സ്റ്റേഷനറി, ബുക്സ്, പെൻ എക്സെട്ര, അല്ലെങ്കിൽ ഇപ്പോ ഷൂ പോളിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സ്പെഷ്യലി ഇപ്പൊ ഇത് മാത്രം എടുത്താൽ മതി, വെജിറ്റബിൾസ്, ആ ലിസ്റ്റിനകത്ത് വെജിറ്റബിൾസും ഉണ്ട്. ഇഫ് ദാറ്റ് vegetables are available in the same supermarket, definitely that person will buy those vegetables from that supermarket itself. സംശയമില്ലല്ലോ, നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. അപ്പോ അവിടെ എന്താണ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോറിലേറ്റഡ് ഐറ്റംസ്. അതായത് ഡെയിലി സൂപ്പർ മാർക്കറ്റിലെ സെയിലിന്റെ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ അതായത് വെജിറ്റബിൾസ്, മറ്റ് ഗ്രോസറി ഐറ്റംസ് പോയപ്പോൾ വെജിറ്റബിൾസും പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇനി കൊച്ചു കുട്ടികളുള്ള കേസാണ്. ഞാൻ എപ്പോഴും പലയിടത്തും ടോക്ക് കൊടുക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയാനുള്ള ഒരു എക്സാമ്പിൾ ആണിത്. ഇപ്പൊ കൊച്ചു കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ദാറ്റ് പേരൻസ് അപ്രോച്ച് എ സൂപ്പർ മാർക്കറ്റ് ടു ബൈ ടിൻ ഫുഡ്, ഈ സെർലാക്, ഫാരക്സ്, അല്ലെങ്കിൽ ഇപ്പൊ നാൻ എന്നൊക്കെ പറഞ്ഞ, സിമുലാക്ക് എന്നൊക്കെ പറഞ്ഞ, അപ്പൊ ഇത് വാങ്ങിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പൊ ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കുട്ടികളുടെ ഡയപ്പേഴ്സ്, അതായത് പാമ്പേഴ്സ്, സ്നഗി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അവിടെ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ വാങ്ങിക്കുന്നത്. ഇത് രണ്ടും കോറിലേറ്റഡ് ഐറ്റംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കോറിലേറ്റഡ് ഐറ്റംസിന്റെ സെയിലിനെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തിയാൽ, and that's on a supermarket person will increase the amount of these items കൂടുതൽ വെച്ചാൽ സ്വാഭാവികമായി അവിടുത്തെ സെയിൽ കൂടുമല്ലോ. ഇനിയിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈ വെജിറ്റബിൾസും അല്ലെങ്കിൽ ഫിഷൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ സെയിലും കൂടും. അപ്പൊ ഇങ്ങനെ ഒരു 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 പ്രൊസീജിയർ തന്നെയാണ് അത്. അസോസിയേഷൻ ടെക്നിക്സ് ആണ് അത് ഉപയോഗിക്കുക. പക്ഷെ അസോസിയേഷൻ ടെക്നിക്സിന്റെ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ആണ്, നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ഈ അസോസിയേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഇത് അനലൈസ് ചെയ്താൽ ദാറ്റ് സൂപ്പർ മാർക്കറ്റ്, ദാറ്റ് ഓണർ ക്യാൻ എക്സ്പെക്ട് മില്യൺസ് അല്ലെ ക്രോസിൽ പ്രോഫിറ്റ് നേടാം. അത് വലിയൊരു പ്രൊസീജിയറാണ്. അതേപോലെ നമ്മൾ എവിടെയാണോ ഇപ്പൊ ഒരു സ്റ്റുഡന്റിന് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി ആ സ്റ്റുഡൻസിന്റെ പ്രീവിയസ് റെക്കോർഡ്സ് എടുക്കണം. അപ്പൊ എന്താണോ നമ്മളുടെ ഒബ്ജക്റ്റീവ് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. പക്ഷെ എല്ലാ ഡേറ്റയും നമുക്ക് വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ സിംപ്ലി ഗൂഗിൾ സെർച്ച് ചെയ്തോ ചാറ്റ് GPT ചെയ്യുന്നോ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ക്ലിയർ ആയോ? ഇത് ഡൗട്ട് ചോദിച്ച ആള് ഇതാണോ ഡൗട്ട് ഉദ്ദേശിച്ചത്? ഇതിന്റെ സാധ്യത എങ്ങനെ വലുതാണ്? എന്തോ കേട്ടില്ല. ഡാറ്റ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സാധ്യത വലുതാണ്. വലുതാണെന്ന് സംശയമില്ല, സംശയമില്ലത് അതില് വലുതാണ്. ഓൾറെഡി വലുതായി കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു കേസിനെ കുറിച്ച് സിമിലർ ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് ഇപ്പൊ അവൈലബിൾ ആണ്. നമ്മൾ പുതുതായിട്ട് കളക്ട് ചെയ്യണമെന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ ഇൻസൈറ്റ്സ് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ. ഇപ്പൊ വേറൊരാൾ ഉപയോഗിക്കുന്ന, ശരിയാണ്, ഗൂഗിളിൽ നിന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും സെയിം ഡേറ്റ പലരും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സ്പെഷ്യലി അവിടെ പ്രൈമറി ഡേറ്റയുടെ ആ ഒരു, പിന്നെ അവിടെ പക്ഷെ ഓതന്റിസിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് വേണ്ട ഇപ്പൊ ഡേറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ 10 or 100 അല്ല. ഒരാൾ സ്റ്റഡി നടത്തിയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ പോലും നമ്മൾ നടത്തുമ്പോൾ ചിലപ്പോൾ സെയിം ടൂൾസ് ആയിരിക്കണമെന്നില്ലല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ മെഷീൻ ലേണിംഗ് ടെക്നിക്സ് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ വേറൊരാള് അപ്ലൈ ചെയ്ത് മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ഏതൊക്കെയോ അപ്ലൈ ചെയ്ത് ഏതൊക്കെയോ ആക്യുറസി അല്ലെങ്കിൽ പ്രഡിക്ഷൻസ് കിട്ടി. പക്ഷെ നമ്മുടെ പർപ്പസ് വേറെ ആയിരിക്കും, ഒബ്ജക്റ്റീവ് വേറെ ആയിരിക്കും. ഇനിയിപ്പോ ഒബ്ജക്റ്റീവ് സെയിം ആണെങ്കിൽ തന്നെ നമ്മൾ ആ ടൂൾസ് ആയിരിക്കണമെന്നില്ലല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും സെയിം ആണ്, നമ്മളുടെ ഒബ്ജക്റ്റീവും വേറൊരാൾ ചെയ്ത ഒബ്ജക്റ്റീവ് സെയിം ആണ്, മെഷീൻ ലേണിംഗ് ടൂൾസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹയർ വേർഷൻസ്, അഡ്വാൻസ്ഡ് ടെക്നിക്സിലേക്ക് പോകണം. അങ്ങനെ പിന്നെ നമ്മുടെ റിക്വയർമെന്റ് എന്താണോ, ആ പ്രഡിക്ഷൻസ് എന്താണോ വേണ്ടത്. ഇനി ഡേറ്റ സൈസ് കൂട്ടാൻ നമുക്ക് അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ മെഷീൻ ലേണിംഗിലൊക്കെ റിസർച്ച് ഒക്കെ നടത്തുന്നതും അങ്ങനെ തന്നെയാണല്ലോ. എക്സിസ്റ്റിങ്ങിലുള്ള ഒരു
പെർഫോമൻസ് ആക്യുറസി ഉണ്ടാകും. ഒരു ഡേറ്റ സ്റ്റഡി ചെയ്ത് ഇന്ന മെത്തേഡ്സ് സ്റ്റഡി ചെയ്തുണ്ടാവും. പക്ഷെ ആ മെത്തേഡിൽ നമ്മൾ ആർക്കിടെക്ചറിൽ വ്യത്യാസങ്ങൾ വരുത്തും. നമ്മൾ ആ അൽഗോരിതത്തിൽ തന്നെ മെത്തേഡിൽ തന്നെ വ്യത്യാസങ്ങൾ വരുത്തി അതിന്റെ ഓഫ് കോഴ്സ് ഓതന്റിസിറ്റി ഒക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും ഡേറ്റയുടെ. എന്നിട്ട് നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ പ്രഡിക്ഷൻസിലേക്ക് പോകുന്നത്. എന്നിട്ട് വി വിൽ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് വൺ. കാരണം പ്രീവിയസ് വണ്ണിന്റെ ആക്യുറസി ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി ഡീപ് പറയൂ. ഓക്കെ, ഇനി ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗിൽ കുറെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്. ഞാൻ നേരത്തെ ബേസ് തിയറം ഉപയോഗിച്ച ഒരു മെത്തേഡ് നെ ബേസ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ റിഗ്രഷൻ, കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറെ ട്രഡീഷണൽ മെത്തേഡ്സ് ഇങ്ങനെ പഠിച്ച് നമ്മൾ വരുമ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്ങിന്റെ അതിനെ ബേസ് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്, കൺവല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്ക്, റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ കുറച്ച് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് റെക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചാൽ. അപ്പൊ എനിവേ ദോസ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ന്യൂറൽ നെറ്റ്വർക്ക്, അതാണ് ഈ ഡീപ്പ് ലേണിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി ഞാൻ ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഡേറ്റ അനലിറ്റിക്സ് ആക്ച്വലി 4 സ്റ്റേജ് ആണുള്ളത്. നമ്മൾ ഒന്നുമില്ല, നമ്മൾ ശരിക്കും ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡേറ്റ കിട്ടാൻ നമ്മൾ അനലൈസ് ചെയ്യും. ഇപ്പൊ ഇവിടെ എന്തായാലും 12th കഴിഞ്ഞ സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ ഇവിടെ ഉള്ളത്, ഈ ഗ്രൂപ്പിലുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഡേറ്റ തന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ഇത്രയും കാലം സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളൊക്കെ ഹിസ്റ്റോഗ്രാം ഒക്കെ പഠിച്ചിട്ടില്ലേ? പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഇതൊക്കെ നമ്മളൊരു ഡേറ്റ നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ സെറ്റിൽ ചെയ്താൽ ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് അനലിറ്റിക്സ് ആണ്. അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ടേം വന്നിരിക്കുന്നത് അനലിറ്റിക്കോസ് എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ്, 16th സെഞ്ചുറിയിൽ വന്നതാണ്. ഈ അനലിറ്റിക്കോസ് എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഇൻവോൾവിങ് അനാലിസിസ് എന്ന് തന്നെയാണ്. അപ്പോ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി സ്റ്റാർട്ട് ഈ അനാലിസിസ് ഒക്കെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള, അതായത് സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ള, അതായത് ഹിസ്റ്റോഗ്രാം അല്ലെങ്കിൽ ബാർ ചാർട്ട് ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡൊക്കെ എല്ലാവർക്കും അറിയാവുന്നത്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ആണ്. നമ്മൾ എക്സ്പ്ലോറേറ്റീവ് ഡേറ്റ അനാലിസിസിന്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇതെല്ലാം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിലാണ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സിലാണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ അത് വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത് നമ്മുടെ ഡേറ്റ ഉപയോഗിച്ച്. ഇനി സെക്കൻഡ് പാർട്ടിൽ വൈ ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡേറ്റയിൽ സപ്പോസ് യു ആർ ഗെറ്റിംഗ് ദ ആവറേജ് അല്ലെങ്കിൽ മീഡിയൻ ഓഫ് ദാറ്റ് ഡേറ്റ ഈസ് 50. എനിക്ക് എന്തുകൊണ്ടാണ് 50 കിട്ടുന്നത്? അതിന്റെ ഒരു റീസണിങ്, അല്ലെങ്കിൽ വളരെ സസ്പീഷ്യസ് ആയിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ ചിലപ്പം കിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഡയഗ്നോസ് ചെയ്യണം. ആ ഡയഗ്നോസ് വെച്ചാൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഔട്ട്ലയർ എന്ന് പറഞ്ഞാൽ അറിയോ, അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു 100 വാല്യൂസ് ഞാൻ തന്നിട്ടുണ്ട്. ഓൾ വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ 10 and 20 അല്ലെങ്കിൽ 10 and 50 ആണെന്ന് വിചാരിക്കുക. എക്സെപ്റ്റ് ഒരു വാല്യൂ മാത്രം ഒരു 1 lakh വന്നെന്ന് വിചാരിക്കുക. ആ 1 lakh അതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ 1 lakh ഇസ് ആൻ ഔട്ട്ലയർ. അതാണ് ഔട്ട്ലയർ. 1 lakh അതിനകത്ത് കിടന്നാൽ തീർച്ചയായും നമ്മൾ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കലും മീഡിയം കണ്ടുപിടിക്കലും ഒക്കെ നല്ല വ്യത്യാസം വരില്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ആവറേജ് എനിക്ക് അങ്ങനെ ഒരു വാല്യൂ കിട്ടുന്നത് വെച്ചാൽ നമ്മൾ വി വിൽ ഫൈൻഡ് ഔട്ട് ദിസ് വൺ, ദർ ഈസ് എ വാല്യൂ 1 lakh എന്ന് പറഞ്ഞൊരു വാല്യൂ. അപ്പൊ അങ്ങനെ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ എനിവേ നമ്മൾ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഡയഗ്നോസ് ചെയ്യും, എന്തുകൊണ്ടാണ് എനിക്ക് ഈ റിസൾട്ടുകളൊക്കെ കിട്ടുന്നത്. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. അവിടെയാണ് നമ്മൾ പ്രെഡിക്ഷൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക്, ഇപ്പൊ നേരത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കേസ് വന്നില്ലേ, അതായത് അടുത്ത 5 വർഷം അയാൾക്ക് എത്ര പ്രോഫിറ്റ് ഓരോ ഐറ്റത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഒരുമാതിരിപ്പെട്ട അനലിറ്റിക്സിലൊക്കെ അല്ലെങ്കിൽ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ കവർ ചെയ്യും. പക്ഷെ അത്രയും കൊണ്ട് മാത്രം അനലിറ്റിക്സ് ആവുന്നത്, അത്രയാണെന്ന് പറഞ്ഞാൽ അനാലിസിസ് ആണ്. അനലിറ്റിക്സ് ആണെങ്കിൽ ലാസ്റ്റ് പാർട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി, സ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ചെയ്യുന്ന ഈ ലാസ്റ്റ് പാർട്ടാണ്.
പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ആക്ച്വലി ദാറ്റ് റെക്കമെൻഡ്സ്, പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെക്കമെൻഡ്സ് ആൻ ആക്ഷൻ ബേസ്ഡ് ഓൺ ഫോർകാസ്റ്റിംഗ്. ഈ ഫോർകാസ്റ്റിംഗ് ഉപയോഗിച്ച് ഒരു ആക്ഷൻ റെക്കമെൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് മാൻഡേറ്ററി ഇൻ ഇൻഡസ്ട്രി. ബിസിനസ്സിൽ അല്ലെ ഇൻഡസ്ട്രിയിൽ അത് മാൻഡേറ്ററി ആണ്. ഒരു വ്യത്യാസം അതാണ്. നമ്മൾ സാധാരണ, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ജോലിക്ക് കയറും, നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളോടൊരു അനാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് അല്ലെ ഡയഗ്നോസ്റ്റിക്കും ചെയ്യില്ല, പോട്ടെ വിട്ടേര്. കുറച്ച് എന്തെങ്കിലും പ്രഡിക്ഷൻസ് കൊണ്ടുവരും, നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് അനാലിസിസ്. പക്ഷെ ഈ ലാസ്റ്റ് പാർട്ട് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻഡസ്ട്രിയിൽ. കാരണം വെച്ചാൽ ഹൗ വിൽ ദീസ് ഡിസിഷൻസ്, നമ്മളിങ്ങനെ കുറച്ച് പ്രഡിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഈ കാര്യങ്ങൾ, ആ പ്രഡിക്ഷൻസ് കൊണ്ടുവന്ന വാല്യൂ അല്ലെ കുറച്ച് ഡിസിഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഹൗ ഡു വി ബെനിഫിറ്റ് ഫ്രം ദീസ് പ്രഡിക്ഷൻസ്, അല്ലെങ്കിൽ ഹൗ വിൽ ദീസ് ഡിസിഷൻസ് ഇമ്പാക്ട് എവറിത്തിങ് എൽസ്, എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. അപ്പൊ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് വേണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഈ കാര്യങ്ങൾ കവർ ചെയ്താലേ നമുക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി പ്രഡിക്റ്റീവ് അനലിറ്റിക്സിനെ കുറിച്ച് ഞാൻ അങ്ങ് ജസ്റ്റ് പറഞ്ഞു പോയി. നിങ്ങൾ പ്രഡിക്ഷൻസ് ഒക്കെ ചെയ്യും. ഈ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു മെഷീൻ ലേണിംഗ് ആണ്. നമ്മൾ പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് മോഡലിംഗ് അല്ലെ പ്രഡിക്ഷൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രഡിക്ഷൻസ് ആണ്. ഒരുപാട് ടെക്നിക്സുകളുണ്ട് പ്രഡിക്ഷൻസിന് വേണ്ടി. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദിസ് ബേസ് തിയറം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും സ്കൂൾ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ദർ ആർ 2 bags, one of which contains some white balls and 3 black balls, other one contains, അങ്ങനെ കുറച്ച് വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും ഉണ്ട്. A white ball is drawn from the bag. What is the probability that it comes from the first bag? അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ ഈ there are 2 bags, ഈ 2 ബാഗ് എന്നുള്ള സ്ഥാനത്ത് നമ്മുടെ ഒരു 2 lakhs ബാഗ്സ് ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു 2 million crore, 2 കോടി ബാഗുകൾ. ഈ 2 കോടി ബാഗുകളിൽ നിന്ന് കുറച്ച്, എല്ലാ ബാഗിലും കുറച്ച് വൈറ്റ് ബോൾസ് ഉണ്ട്, കുറച്ച് ബ്ലാക്ക് ബോൾസ് ഉണ്ട്. ഇതിലേതാണ് ബെറ്റർ എന്ന് നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ പണ്ട് ചെയ്ത രീതി മാനുവലി ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് നമുക്ക് ശരിക്കും സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സയൻസിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്നല്ല, ഡേറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പം മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ മാനുവൽ കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് പക്ഷെ നമ്മൾ ഈ ഡേറ്റ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബേസിന്റെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രഡിക്ഷൻ ഏതാ ബെസ്റ്റ് ബാഗ് എന്ന് നമുക്ക് കിട്ടും. അത് മാനുവലി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെയാണ്, ഇപ്പൊ 2 ബാഗേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ 3 ബാഗേ ഉള്ളെങ്കിൽ നിങ്ങൾ ഈ 3, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് കംസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് കംസ് ഫ്രം ദ സെക്കൻഡ് ബാഗ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് കംസ് ഫ്രം ദ തേർഡ് ബാഗ് ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്. ഈ 3 പ്രോബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ഹയസ്റ്റ് പ്രോബിലിറ്റി ഏതാണോ അതാണ് ബെസ്റ്റ് ബാഗ്. അപ്പൊ 3 ബാഗിന് പകരം 3 lakhs ബാഗ് ആണെങ്കിലും നമ്മൾ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റില്ല 3 lakhs ഒന്നും. ഇത് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിനാണ് നിങ്ങൾക്ക് നേരെ ബെസ്റ്റ് ബാഗ് ഏതാണെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് എമംഗ് ദീസ് 3 lakhs. അതാണ് ബേസ്. അപ്പൊ അതൊരു പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ടെക്നിക് അല്ലെ പ്രഡിക്റ്റീവ് മോഡലിംഗ് ടെക്നിക്കാണ്. ഞാനത് എടുത്തു പറഞ്ഞത്. ബേസ് തിയറം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു പ്രഡിക്റ്റീവ് ടെക്നിക്ക് ആണെന്നുള്ള ഒരു അറിവ് പലർക്കും ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് വെച്ച് എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒക്കെ 10th-നകം തന്നെ പഠിക്കുന്നുണ്ട്. 12th വരെ വരേണ്ട കാര്യമില്ല ബേസ് തിയറം. അത് ഉപയോഗിച്ച് ദാറ്റ്സ് എ പ്രഡിക്റ്റീവ് ടെക്നിക് ഇൻ മെഷീൻ ലേണിംഗ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന ദോസ് ഫ്രം non-IT non-CS ബാക്ക്ഗ്രൗണ്ടുകാർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബേസ് തിയറം ഇവിടെ മെഷീൻ ലേണിംഗിലെ ഒരു ടെക്നിക്കാണ്. പിന്നെ ഉണ്ട് റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ലെ ഡിസിഷൻ ട്രീ, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ടൈം സീരീസ് എന്ന് കേട്ടിട്ടുള്ളവരുണ്ടാവും, അല്ലെ ഇൻഡെക്സ് നമ്പർ, ടൈം സീരീസ് ഒക്കെ, ടൈം സീരീസ് മോഡലിംഗ് അല്ലെ മൾട്ടിവേരിയറ്റിൽ ഫാക്ടർ അനാലിസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ടെക്നിക്കലായിട്ട് അധികം പോകുന്നില്ല. ഇതെല്ലാം നമുക്ക് പ്രഡിക്റ്റീവ് മോഡലിംഗ് അല്ലെ പ്രഡിക്റ്റീവ് ടെക്നിക്സിൽ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇനിയും ടൈം എന്ന് പറഞ്ഞപ്പോഴാണ് ആര്യ എപ്പോഴാണ് ഞാൻ നിർത്തേണ്ടത്? 8 മണി വരെയാണ് ടൈം. ഓക്കെ, അല്ല 8 കഴിഞ്ഞിട്ടാണോ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, അതോ ബിഫോർ ദാറ്റ് ഡു ഐ നീഡ് ടു സ്റ്റോപ്പ് ബിഫോർ ദാറ്റ്? നമുക്ക് സെഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് ചെയ്യാം. ഓക്കെ. എനിവേ ഞാൻ 5 minutes കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് ക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. ഇനി അക്കാഡമിക്സ് വേഴ്സസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, അതായത് അക്കാഡമിക്സിൽ നമ്മൾ കൂടുതലും
ഹ്യൂമൻ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക. പക്ഷെ ഇൻഡസ്ട്രിയിൽ മേക്കിംഗ് മണി സംശയമില്ല. പിന്നെ പബ്ലിഷ് പേപ്പേഴ്സ് ആണ്. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല, ക്രിയേറ്റ് ആൻഡ് ഡെലിവർ ബിസിനസ് വാല്യൂ. പിന്നെ അക്കാഡമിക്സിൽ ഫൈൻഡിങ് എ ബെറ്റർ വേ ടു പുതിയ കാര്യങ്ങൾ. പക്ഷെ മറ്റിടത്ത് അങ്ങനെയല്ല, എത്രയും പെട്ടെന്ന്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പം ഇങ്ങനെ ഓരോ മോഡൽസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന കേസിൽ സാധാരണ രീതി ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫൈനൽ മോഡൽ കിട്ടിയതിന് ശേഷം, ഒരു ആക്യുറേറ്റ് മോഡൽ കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ ആക്കി സബ്മിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന ആ ഫൈനൽ മോഡൽ കിട്ടാൻ വെയിറ്റ് ചെയ്യില്ല. ഓരോരോ സ്റ്റേജസിലുള്ള നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ, ഔട്ട്പുട്ട്, അത് റെക്കോർഡ് ചെയ്ത് പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ ഒരു ഔട്ട്ലയേഴ്സിന്റെ കേസ് പറഞ്ഞു. പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് മെഷീൻ ലേണിംഗ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെ അനലിറ്റിക്സിൽ തന്നെ ഔട്ട്ലയേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഡേറ്റ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങ് റിമൂവ് ചെയ്യും. ഞാനൊരു 1 lakh വാല്യൂവിന്റെ കാര്യം പറഞ്ഞ ഏറ്റവും ഈസിയസ്റ്റ് വേ റിമൂവ് ദാറ്റ് 1 lakh. പക്ഷെ ഇൻഡസ്ട്രിയുടെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ നമുക്ക് കളയാനൊന്നും പറ്റില്ല. ആ ഔട്ട്ലയറിനെ നമ്മൾ എങ്ങനെ, ഹൗ ഡു വി ഡീൽ വിത്ത് ദോസ് ഔട്ട്ലയേഴ്സ്, സ്പെഷ്യലി ഡീലിംഗ് വിത്ത് ഇൻകൺസിസ്റ്റൻസീസ്. ഇതൊക്കെ ഭയങ്കര ഒരു, ശരിക്കും പറഞ്ഞാൽ ഔട്ട്ലയർ എന്ന് പറയുന്നത് തന്നെ ഒരു റിസർച്ച് ആയിട്ട് തന്നെ ചിലപ്പോൾ എടുക്കും അവിടെ. അങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇവിടെ മേജർ ആയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ റിമൂവ് ചെയ്യാതെ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതുപയോഗിച്ച് ഒരു റിസർച്ച് തന്നെ ചിലപ്പോൾ നടത്തും. അതാണ് ഇൻഡസ്ട്രി അക്കാഡമിക്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ടെക്നിക്കൽ സ്കിൽസിനെ കുറിച്ച് പറയുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ഈ അനലിസ്റ്റ് റോളിൽ പെർഫോം ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സിന്റെ ഒരു ബേസ് വേണം. പിന്നെ കുറച്ച് പ്രോഗ്രാമിംഗ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെ നമ്മളെ മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് നമ്മൾ ഉപയോഗിക്കുക, ടാബ്ലു പോലുള്ള സോഫ്റ്റ്വെയർസ്. അത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പ്ലേസ്മെന്റ് ഒക്കെ വരുമ്പം, ഹയറിംഗ് ടൈമിലൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ഡേറ്റ റിലേറ്റഡ് പൊസിഷൻസിന് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്. അതാണ് അവിടെ ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് എപ്പോഴാണ് ഒരു ജോലി കിട്ടുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ കുറച്ചൊക്കെ നമ്മളുടെയൊക്കെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് ദർ ഈസ് some importance to all these values for the positions related to this data engineer അല്ലെങ്കിൽ data scientist, data analyst, all the positions. ഇതൊക്കെയാണ് ആ പൊസിഷൻസ്. ഡേറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് റിലേറ്റഡ് പൊസിഷൻസ് ഇതൊക്കെയാണ്. ഒരുപാടുണ്ട്. ഇവിടെ ഒന്നും എൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഐ ഹാവ് ഇൻക്ലൂഡഡ് സം ഓഫ് ദ പൊസിഷൻസ് റിലേറ്റഡ് ടു അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, അസിസ്റ്റന്റ് അനലിസ്റ്റ്, റിപ്പോർട്ടിംഗ് അനലിസ്റ്റ്, അനലിറ്റിക്സ് മാനേജർ, ഒരുപാടുണ്ട്. അതേപോലെ മേജർ എംപ്ലോയേഴ്സ്, ഈ ഫീൽഡിലുള്ള മേജർ എംപ്ലോയേഴ്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ കണ്ടോ, ഇത് ഒരു ഇമേജിലൊന്നും നിൽക്കുന്ന അല്ലിത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലേ എവിടെ. പിന്നെ ചലഞ്ചസ്, അതുപോലെ ചലഞ്ചസും ഉണ്ട് ഇത്. പ്രത്യേകിച്ച് ആ ഡേറ്റ ക്വാളിറ്റി അല്ലെങ്കിൽ എത്തിക്കൽ കൺസിഡറേഷൻസ്, പിന്നെന്താ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ തന്നെ, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ചലഞ്ച്, നേരത്തെ പറഞ്ഞതുപോലെ. കാരണം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് എടുക്കാം. ഇപ്പൊ മെഡിക്കൽ ഇപ്പോഴും ഉണ്ട്, പല മെഡിക്കൽ പ്രത്യേകിച്ച് ഈ നാട്ടിൻപുറത്തൊക്കെ പല ഹോസ്പിറ്റൽസിലും ഒക്കെ ഇങ്ങനെ മാനുവലായിട്ട് രജിസ്റ്ററിലൊക്കെ എഴുതി അപ്പോയിന്റ്മെന്റ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഡേറ്റ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള ഡേറ്റയൊക്കെ എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഡേറ്റ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ചലഞ്ചിങ് തന്നെയാണ്, സംശയമില്ല. പിന്നെ ഉണ്ട് കേട്ടോ അത്. അതായത് ഇപ്പൊ പ്രഡിക്ഷൻസ് ഒക്കെ ചെയ്യുമ്പം എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രഡിക്ഷൻസ് കിട്ടിയത്, ദാറ്റ് റീസൺ ബിഹൈൻഡ് ദാറ്റ് പ്രഡിക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ. ഇതിലൊക്കെ ഉപരി ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ. അതായത് ഒരു ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാം കൂടെ ചേരുന്ന, ഇപ്പൊ സപ്പോസ് എ പേഴ്സൺ ഈസ് ഹാൻഡ്ലിങ് ഫിനാൻഷ്യൽ ഡേറ്റ. ആ പേഴ്സൺ ബിടെക്കുകാരനായിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് തന്നെ, അത്യാവശ്യം മാത്സ് സ്റ്റാറ്റ് പഠിച്ചിട്ടാണ്, കോഡിങ്ങും അറിയാം. പക്ഷെ അവന് ഫിനാൻസ് അറിയോ? ഫൈനൽ കൺക്ലൂഷനിൽ എത്തുമ്പോൾ ഫിനാൻസ് അറിയണമല്ലോ, ഫിനാൻഷ്യൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ. ഇൻസൈറ്റ്സ് കൊണ്ടുവരുന്ന വെച്ചാൽ അവൻ ആ ന്യൂമറിക്കൽ വാല്യൂ പ്രഡിക്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ടേണിംഗ് ടു ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, ഫ്യൂച്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ എന്ന് പറയുന്നത് അത് വലിയൊരു ഫാക്ട് ആണ്, ഒരു ചലഞ്ചാണ് ഡേറ്റ സയൻസിൽ. പിന്നെ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുള്ള, ഹെൽത്ത് കെയറില്, അല്ലെ ഫിനാൻസ്, റീറ്റെയില്, എഡ്യൂക്കേഷൻ, ഏത് സെക്ടർ എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പറയാനില്ല, അത് ഞാൻ ഡേറ്റയെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എനിവേ കം ടു എന്താണ് ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. ഐ ആം സോറി, പറഞ്ഞു വരുമ്പോ ഇങ്ങനെ അങ്ങ് പോകും കാട് കയറി.
ഹലോ മിസ്. യെസ്, പറയൂ. മിസ്, ഇപ്പോ കാരണം കുറെ ജോബ്സ് പിന്നെ ലേ ഓഫ്സ് നടന്നിട്ടുണ്ട്. അപ്പോ ഡാറ്റ അനലിറ്റിക്സിന് ഇങ്ങനെ ഇപ്പോ സാധ്യത കൂടുവോ തീർച്ചയായും ഒരു നെക്സ്റ്റ് ഒരു 10 yearsൽ സംശയമില്ല, സാധ്യത കൂടും. പക്ഷെ 10 years ഞാൻ എടുത്ത ഒരു 5 to 10 years എന്താണെന്ന് നമ്മൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഏജന്റ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. സിമ്പിൾ ആയിട്ട് ഇപ്പൊ 1 ലക്ഷം പേര് ചെയ്യുന്ന ഒരു ജോലി സിമ്പിൾ ആയിട്ട് ഒരു ക്ലിക്കിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ആ 1 ലക്ഷം പേരുടെ ആവശ്യമുണ്ടോ? അതൊന്ന്. പിന്നെ ഈ കോഡിങ് ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്പർ റോളൊക്കെ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ചിലപ്പോൾ ഇല്ലാതായേക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ ഞാൻ ഡിസ്കറേജ് ചെയ്യല്ല, എന്ന് വെച്ചാൽ ടെക്നോളജി അതുപോലെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഇപ്പൊ ഒരു 10 വർഷത്തേക്ക് ഒന്നും ചിന്തിക്കാനില്ല, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ പുതിയ തീരുമാനങ്ങൾ, ബെറ്റർ ഇൻസൈറ്റ്സ് കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതാണ് എല്ലായിടത്തും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടൈം കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതാവൂലേ? അങ്ങനെയൊന്നും ചിന്തിക്കാതെ, നെഗറ്റീവ് ആകാതെ. ഞാൻ ചിന്തിച്ചത് പുതിയ ടെക്നോളജി കണ്ടുപിടിക്കില്ലേ, പുതിയ ടെക്നോളജി കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരിക്കും. ലൈഫ് ഒരു ഷോർട്ട് ടൈം ആണെന്ന് നമ്മൾ ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അത്രയ്ക്ക് അങ്ങനെ ഷോർട്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല. വൺ സൈഡ് ദാറ്റ് ടെക്നോളജി ഈസ് ഗ്രോയിങ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ, ഇപ്പൊ എനിക്ക് ഐ ആം ഗോയിങ് ടു ബി 50 years ആയി. ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിൽ നിൽക്കുന്നതാണ്. എനിക്ക് ഒരു സൈഡിൽ ഞാനിപ്പോ എനിക്ക് പഴയത് അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് ഒരിക്കലും ഞാൻ വാശി പിടിക്കില്ല. എല്ലാവരും അങ്ങനെയാ. നമ്മള് പ്രത്യേകിച്ച് ഈ അനലിസ്റ്റ്, ഈ റിലേറ്റഡ് ഫീൽഡിൽ, IT കോർപ്പറേറ്റ് എന്ന് തന്നെ പറയാം, നമ്മളും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുമ്പോ അപ്പൊ അതിന്റെ കൂടെ ടെക്നോളജിയും വളർന്നു. ആ ടെക്നോളജി വളർന്നതനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്യുന്ന കാര്യങ്ങൾ ഈ വർഷം ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഒരു ക്ലിക്കിൽ ഒരു മെഷീനിൽ ഓൾറെഡി ഓട്ടോമേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഫിനാൻസിൽ കരിയർ ഫോക്കസ് ചെയ്യുന്ന ഒരാളെ ഡേറ്റ അനലിറ്റിക്സില് ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഇപ്പൊ ഒരുപാട് ഫിനാൻഷ്യൽ മോഡലിംഗിൽ ഭയങ്കര ഹൈപ്പുള്ള സമയമാണ് ഇപ്പം. ഫിനാൻസ് ഡേറ്റ എന്തും ആയിക്കോട്ടെ, അതിൽ നമുക്ക് ബേസിക് ലെവലില് നമുക്ക് മെഷീൻ ലേണിംഗ് ടൂൾസ് അപ്ലൈ ചെയ്ത് റിഗ്രഷൻ തുടങ്ങാം. ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് ടൂൾസ് അപ്ലൈ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് പ്രഡിക്ഷൻസ് കൊണ്ടുവരാം. പിന്നെ ഫിനാൻഷ്യൽ മോഡലിംഗില് പ്രത്യേകിച്ച് ഈ ടൈം സീരീസ് എക്കണോമെട്രിക്സിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ഏരിയയിൽ അറിയുമോന്ന് എനിക്കറിയില്ല. എന്തായാലും ഫിനാൻഷ്യൽ മോഡലിംഗിൽ ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട് ഇപ്പൊ. വേറെ ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ, അതിനല്ല ഞാൻ ഇരിക്കുന്നത്. അപ്പോ ഒരു ഫ്രഷറായ ഒരു ഡാറ്റ അനലിറ്റിക്സിൽ കമ്പനീസ് എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ലൈക്ക് അവരെന്താ ജോലി കൊടുക്കുന്ന ഫ്രഷറിന്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മാത്സ് ആൻഡ് സ്റ്റാറ്റിൽ ഒരു ബേസ് ഉണ്ടോ? അതായത് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. റോജിനല്ലേ ചോദിച്ചത്? ഓക്കെ, റോജിന് എന്ത് പഠിച്ചു കഴിഞ്ഞതാണോ അതോ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാനിപ്പോ BCA കഴിഞ്ഞു, ഡാറ്റ അനലിറ്റിക്സിൽ കോഴ്സ് എടുത്തോണ്ടിരിക്കുന്നു. ഓക്കെ, BCA ഏത് വർഷമാണ്? ഞാൻ ഈ വർഷം കഴിഞ്ഞു. അപ്പൊ എന്തായാലും മോൻ മാത്സ് സ്റ്റാറ്റ് ഒക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ. BCA. അപ്പൊ ഈ ഒരുപാട് അഡ്വാൻസ് ഉള്ള റിഗ്രഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പൊ ഞാൻ പറയാം, ഒരു ഡേറ്റ തരും. ഒരു ഡേറ്റ തന്നിട്ട് പറയും, ഫോർ എക്സാമ്പിൾ ഒരു ജസ്റ്റ് ഉദാഹരണത്തിന് പറയാണ്, സെയിൽസും എക്സ്പെൻസസും. ഇതില് നെക്സ്റ്റ് ഇയറിലെ ഒരു 10 വർഷത്തെ സെയിൽസ് വന്നിട്ടുണ്ട്, എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അടുത്ത വർഷത്തെ എക്സ്പെൻസ് 100 ആണെങ്കിൽ സെയിൽസ് വാല്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറയുമ്പം ഒരു മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ബേസ്, ഒരു UG കഴിഞ്ഞ സ്റ്റുഡന്റ്, പ്രത്യേകിച്ച് BBA, BCA, BCom എന്തോ ആയിക്കോട്ടെ, ഇവരെല്ലാം റിഗ്രഷൻ പഠിക്കുന്നവരാ. ഏറ്റവും പെട്ടെന്ന് നാവിൽ വരേണ്ട ഒരു വാക്കാണ് റിഗ്രഷൻ അപ്ലൈ ചെയ്യാൻ. റിഗ്രഷൻ പഠിച്ചിട്ടുണ്ടോ റോജിൻ? കേട്ടിട്ടുണ്ടോ? ഇല്ല മിസ്, കേട്ടിട്ടില്ല.
BCAക്ക് റിഗ്രഷൻ എന്തായാലും സിലബസിൽ ഇല്ലാതിരിക്കില്ല. ഞാൻ മറന്നുപോയി കാണും. ഞാൻ ഓക്കെ, മാത്സിൽ കുറച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ ഐ എം നോട്ട് ടെല്ലിംഗ് ദാറ്റ് റിഗ്രഷൻ ഈസ് ദ ഓൺലി വേ ഫോർ പ്രഡിക്ഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പൊ റോജിൻ ചോദിച്ചില്ലേ എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് ചോദിച്ചില്ലേ. അപ്പൊ ഇതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇഫ് യു ഫൈൻഡ് എനി ഡിഫിക്കൽട്ടി ഇൻ കോഡിംഗിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു BCA കാരനോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ BCom അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരാണ് കോഡിങ് ബുദ്ധിമുട്ടായിട്ടിരിക്കും. അവരപ്പം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് എന്ന് പറയും. ആ സോഫ്റ്റ്വെയർ ഏതെങ്കിലും അറിഞ്ഞിരിക്കണം. BCA കാരനാകുമ്പോ പൈത്തൺ ഒക്കെ പഠിച്ചിട്ടില്ലേ? പൈത്തൺ. ഇനിയും ശരിക്കും ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്ന ജോബ് മാത്രമേ ഇപ്പം ഒരുപാടുള്ളൂ എന്ന് വിചാരിക്കരുത്. ഇപ്പൊ C ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പൊ ഞാൻ ബി ഫ്രാങ്ക്, ഇപ്പൊ IBM-ലൊക്കെ ആണെങ്കിൽ ശരിക്കും C++ അറിയുന്ന നല്ല ഒരാളെ കിട്ടുന്നില്ല പല പ്രോജക്റ്റ്. ഇപ്പൊ ഞങ്ങളുടെ പ്രോജക്റ്റിലൊക്കെ ഒരുപാട് കാര്യം. അപ്പൊ ഞാൻ 11th പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സിയിൽ കുറച്ച് ചെയ്യാൻ അറിയുന്ന C അല്ലെങ്കിൽ ജാവ എന്ന് പറയുന്നതൊക്കെ അതിനാണെങ്കിലും ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഈ ഡേറ്റ അനലിസ്റ്റ് റിലേറ്റഡ് എന്ന് വെച്ചാൽ ഡേറ്റ ഹാൻഡ്ലിങ്ങിൽ മാത്രമല്ല ഓപ്പണിങ്സ് എന്ന് ഞാൻ പറയുകയായിരുന്നു. ഓക്കെ, ഡേറ്റ റിലേറ്റഡ് പൊസിഷൻസ് ആണെങ്കിൽ കുറച്ച് മാത്സ് ആൻഡ് സ്റ്റാറ്റും അറിഞ്ഞിരിക്കണം. പിന്നെ പ്രോഗ്രാമിംഗ് ഏതെങ്കിലും ഒരെണ്ണം അറിയാം, പൈത്തൺ ഓർ ആർ അറിയാമെങ്കിൽ നല്ലത്. ഇനിയിപ്പോ അത് അറിയില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ടൂൾസ്, ടാബ്ലോ അല്ലെങ്കിൽ പവർ BI ഇതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യു ക്യാൻ പെർഫോം വെൽ. ഓക്കെ, താങ്ക് യു. ഹായ് മാം. പറയൂ ആദർശ്. ഓക്കെ മാം, എൻ്റെ ഞാൻ +2 ബയോ ആയിരുന്നു. അത് കഴിഞ്ഞ് MBA മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, MBA ചെയ്തു. അപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ കൺസൾട്ടൻസി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ലാംഗ്വേജ് നോളജ്, പൈത്തൺ, ആർ ഇതെല്ലാം എനിക്ക് അങ്ങനെ നോളജ് ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോ എനിക്കൊരു ഡേറ്റ അനലിസ്റ്റ് ആവണമെങ്കിൽ ഞാൻ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം? ഡേറ്റ അനലിസ്റ്റിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിസിനസ് അനലിസ്റ്റ് റോളാണ്. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് സൈഡിലേക്കൊന്നും പോകണമെന്നില്ല. ഞാനിപ്പോ പറഞ്ഞ ടൂൾസ് ഇല്ലേ, ടാബ്ലൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ടാബ്ലൂ അല്ലെങ്കിൽ പവർ BI, ഇങ്ങനെയുള്ള ഏതെങ്കിലും 1-2 ടൂൾസ് പഠിക്കുക ഒരു വഴിക്ക്. ഈ ടൂൾസ് പഠിക്കുമ്പോൾ തന്നെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അതിന്റെ കൂടെ പഠിക്കുന്നുണ്ട്. കുറച്ച് ബേസ് സ്റ്റാറ്റ്, അതായത് ഇപ്പൊ ഒരു ഡേറ്റ കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വിഷ്വലൈസേഷൻ ആണ് പവർ BI ഒക്കെ വരുന്നത്. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. SPSS എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? MBA കാരനാകുമ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? SPSS തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ വേറെ സോഫ്റ്റ്വെയർസും ഉണ്ട്. ഇപ്പൊ ഒരുപാടുണ്ടല്ലോ, മിനിറ്റാബ് അല്ലെങ്കിൽ മിനിറ്റാബ് ഒക്കെ പണ്ടേ ഉള്ളതാണ്. SPSS മിനിറ്റാബോ അല്ലെങ്കിൽ ജാമോവി എന്നൊക്കെ പറഞ്ഞ പല സോഫ്റ്റ്വെയർസ്. ഇതിലേതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കൂടെ, കാരണം വെച്ചാൽ പവർ BIയും ടാബ്ലൂ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വിഷ്വലൈസേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും അതാണ് പല ക്ലയൻസിനും, പ്രത്യേകിച്ച് ബിസിനസ് അനലിസ്റ്റ് റോളൊക്കെ വരുമ്പം അതാണ് പ്രിഫർ ചെയ്യുന്നത്. ഒരു പിക്ചറിൽ നിന്ന്, ഒരു പ്ലോട്ടിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരു സൈഡ് ഏതെങ്കിലും ഒരു വിഷ്വലൈസേഷൻ ടൂൾ, പിന്നെ ഒരു സോഫ്റ്റ്വെയർ, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യുന്ന ഒരു ടൂൾ, അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു റോളിലേക്ക് സുഖമായിട്ട് കയറിപ്പറ്റാം. ഇതില് കോഡിംഗ് നോളജ് വേണമെന്നുണ്ടോ? കോഡിംഗ് ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ കോഡിംഗ് ഉപയോഗിക്കാത്ത റോൾസും ഉണ്ട് ഒരുപാട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ സോഫ്റ്റ്വെയർ ഒക്കെ പല കമ്പനീസും ഉണ്ട് ഈ സോഫ്റ്റ്വെയർസ് മാത്രം ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട്. എല്ലാവരും IT ബാക്ക്ഗ്രൗണ്ട് അല്ലെ CS ബാക്ക്ഗ്രൗണ്ടുകാരെ മാത്രം ഒന്നും അല്ല എടുക്കുന്നത്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് വിട്ടേരാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് പക്ഷെ അത് ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ, ഒരു വിഷ്വലൈസേഷന് വേണ്ടി ടാബ്ലൂ ഓർ പവർ BI ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം. ഓക്കെ മാം, അപ്പോ ഏതെങ്കിലും കോഴ്സ് മാഡത്തിന് സജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടോ? ഞാൻ എപ്പോഴും കോഴ്സ് ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത്, ഈ കോഴ്സറയില് ഞാൻ എല്ലാവർക്കും എന്താ പറയണ്ട കോസ്റ്റ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതിന്റെ ബേസിക് ഒരിക്കലും നമ്മൾ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്പനിയെ ഹയർ ചെയ്യും പെട്ടെന്ന്, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കമ്പനി നോക്കുന്നത് നമ്മുടെ സ്കില്ലാണ്, നമുക്കത് അറിയാമോ ഇല്ലയോ. നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്നുള്ള ഭയങ്കര ഈ തുടക്കത്തിന്റെ ആവേശം എന്ന് പറയുന്ന പോലെ ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യും. ആദ്യമൊക്കെ 2-3 വീഡിയോസ് ഒക്കെ പിന്നെയും നമ്മൾ എന്താ പറയുക എഴുതിയൊക്കെ ഇരുന്ന് പഠിക്കും.
ഒരു പകുതി ആകുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ എനിക്ക് എങ്ങനെയാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞ അതല്ല പലപ്പോഴും സംഭവിക്കുന്നത്. പലരുടെയും കേസിൽ അതല്ല സംഭവിക്കുന്നത്. അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്തിനാ ഒരുപാട് പൈസ മുടക്കി അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും പൈസ മുടക്കുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് നേടണമല്ലോ. അതിനു വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് NPTEL സ്വയം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. NPTEL സ്വയം 6 മാസത്തിൽ കൂടുമ്പോൾ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇറ്റ് ഈസ് ഓപ്പൺ, ക്ലോസ് ചെയ്തോന്നറിയില്ല, പല കോഴ്സിനും ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പൊ അതില് നമ്മൾ ചുമ്മാ പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ചുമ്മാ ജോയിൻ ചെയ്യുക. പിന്നെ അത് നമ്മൾ ജോയിൻ ചെയ്യുമ്പം ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ചിലപ്പോൾ 4 വീക്ക് കോഴ്സ് ഉണ്ട്, 8 വീക്ക് കോഴ്സ് ഉണ്ട്, അല്ലെ 12 വീക്ക് കോഴ്സ് ഉണ്ട്. ഇതിന് നമ്മളെല്ലാം അസൈൻമെന്റ്സ് ചെയ്യണം. ഈ അസൈൻമെന്റ്സ് ചെയ്യുന്നതും ഇങ്ങനെ നമ്മൾ കുറച്ചുപേർ ഒന്നിച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ചെയ്താൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ ബി ഫ്രാങ്ക് ഗൂഗിളിലും കിട്ടും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷെ ഗൂഗിൾ വരുന്ന ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, പോട്ടെ, എന്ന് വെച്ചാൽ പാസ് മാർക്കിനുള്ള. പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അവസാനം നമ്മൾ ഒരു 1000 rupees ഫീ പേയ്മെന്റ് ചെയ്ത് എക്സാമിനേഷൻ നമ്മൾ പോയി എഴുതണം. സർട്ടിഫിക്കറ്റ് വേണമെന്നല്ല. അല്ലെങ്കിൽ പഠിക്കാനാണെങ്കിൽ നമുക്ക് എത്ര കോഴ്സ് വേണോ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ സമാധാനത്തിലിരുന്ന് ഓൺലൈൻ വീഡിയോസ് കണ്ട് പഠിച്ചാൽ മതി. ഇനി ഒന്നും വേണ്ട, നമ്മൾ ഏത് ടോപ്പിക്കാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കിപ്പോ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ അല്ലേ. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരുപാട് പൈസ കൊടുത്ത് അങ്ങനെ സർട്ടിഫിക്കേഷൻസ് കയ്യിലെടുത്ത് വെക്കണമെന്ന് ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പേരിന് എനിക്കിത് അറിയാം എന്നൊരു പ്രൂഫ് കൊടുക്കാൻ വേണ്ടി പക്ഷെ ആ സർട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അത് വളരെ പേഷ്യൻസോട് കൂടി വീഡിയോസ് വാച്ച് ചെയ്തിട്ടായിരിക്കണം പഠിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കരുത്. കാരണം അവിടെ നിങ്ങളെ ഒരു ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് സ്കില്ലാണ്. നിങ്ങൾക്ക് അത് അറിയുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ചിലപ്പോൾ ചോദിക്കുകയില്ല, സർട്ടിഫിക്കറ്റ് ഒരാവശ്യവും കാണില്ല. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ IBM ഞാൻ ടെക് റൗണ്ട് ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയന്റിസ്റ്റ് റിലേറ്റഡ് പൊസിഷൻസിനാണെങ്കിൽ ഒരു 1 hour ടെക് റൗണ്ട് ആണെങ്കിൽ ഒരു അരമണിക്കൂർ സ്റ്റാറ്റിക്സ് ആൻഡ് മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ബാക്കി അരമണിക്കൂർ കോഡിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. കോഡിംഗ് അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഒക്കെ ഇതേപോലെ ഈ ടാബ്ലോ അല്ലെങ്കിൽ പവർ BI പോലെ ഉള്ള ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. എനി അതർ ഡൗട്ട്? ഹലോ മാം. യെസ്, പറയൂ ഫാത്തിമ. ഞാന് മാസ്റ്റേഴ്സ് സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങൾ ഡിഗ്രിയിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. പിന്നെ റിസർച്ചിന്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട് SPSS യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും റിലേറ്റ് ചെയ്തിട്ട് അറിയില്ല. അപ്പൊ നമ്മള് ഡാറ്റ അനാലിസിന്റെ കോഴ്സ് എടുത്താൽ എങ്ങനെ യൂസ്ഫുൾ ആവും എന്നൊന്ന് പറയും. അതോ അത് വേറെ തന്നെ ഡിഫറെന്റ് ഏരിയ ആയിട്ട്? അത് സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളിൽ ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്ന അതായിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഡേറ്റ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഡേറ്റ എടുക്കണം. കാരണം അത് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഫാത്തിമയ്ക്ക് ഇപ്പൊ എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത കാര്യം, ഞാനതാണ് ഒരു ഡേറ്റാ സയൻസിലെ ഒരു ചലഞ്ച് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞോ, ഇന്റർ ഡിസിപ്ലിനറി കൊളാബറേഷൻ, ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡേറ്റാ സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പേർട്സ് അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റീസ്, ആ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ്. അപ്പോൾ ഫാത്തിമയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും സൈക്കോളജിക്കൽ ഡേറ്റ എടുത്തിട്ട് അവിടെ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം. അത് എങ്ങനെ അപ്ലൈ ചെയ്യാന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ SPSS ഉപയോഗിക്കുക. അല്ലെങ്കിൽ പവർ BI ഒക്കെ നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ടാബ്ലോ അങ്ങനെ. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ഇപ്പൊ SPS പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, ഓക്കെ, അത് കുറച്ചുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു വിഷ്വലൈസേഷൻ ടൂളൂടെ പഠിക്കണം, മൈക്രോസോഫ്റ്റ് പവർ BI ഓർ ടാബ്ലോ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ ഫാത്തിമ ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യാനൂടെ പഠിക്കണം. അത് ഫാത്തിമ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ സൈക്കോളജിക്കൽ ഡേറ്റ എടുത്ത് സ്റ്റാർട്ട് ചെയ്താൽ ആ ഇന്റർപ്രിറ്റേഷൻ പാർട്ട് എളുപ്പമായിരിക്കും. എന്നെക്കാളും കൂടുതൽ അറിയായിരിക്കും. എനിക്ക് ഈ റിസൾട്ട് ഇങ്ങനെ കിട്ടുന്നു, അപ്പൊ ഈ റിസൾട്ട് വെച്ച് എന്താണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നു, മനസ്സിലായോ? ഓക്കെ, താങ്ക് യു മാം. മാം,
ബികോം കഴിഞ്ഞ് MBA ഫിനാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പൊ അതിനകത്ത് ഏതൊക്കെ ഈ ഡാറ്റ അനലിറ്റിക്സിൽ ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും ഉപയോഗപ്പെടുക? ഏതൊക്കെ ഏരിയാസ് ഞാനിപ്പോ നോക്കിയാൽ ഫാത്തിമ അടുത്ത് പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഡേറ്റ എടുക്കുക. MBA ഫിനാൻസിലല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കുന്ന എന്തെങ്കിലും ഫിനാൻഷ്യൽ ഡേറ്റ എടുത്തിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് പ്രെഡിക്ഷൻസ് കൊണ്ടുവരാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിൽസ് എക്സ്പെൻസസ് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഫിനാൻസ് സൈഡിലുള്ള എന്തെങ്കിലും 2 പ്രഡിക്ഷൻസ് ചെയ്യുന്നത് എങ്ങനെ, ആ പ്രഡിക്ഷൻസ് ചെയ്യുന്നത് എന്ത് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു, ഏത് ടൂൾ ഏത് സോഫ്റ്റ്വെയർ അപ്ലൈ ചെയ്യുന്നു, ആ 2 കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആയിരിക്കും യൂസ് ആവുക? അനാലിസിസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ്, SPSS എടുക്കാം, അല്ലെങ്കിൽ മിനിറ്റാബ് എടുക്കാം, അല്ലെങ്കിൽ ജാമോവി, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം. പിന്നെ വിഷ്വലൈസേഷന് വേണ്ടി പവർ BI അല്ലെങ്കിൽ ടാബ്ലോ, അത് രണ്ടുമാണ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് SQL, പൈത്തൺ അതൊക്കെ ആവശ്യമുണ്ടോ? എന്തോ SQL, പൈത്തൺ അതൊക്കെ ആവശ്യമുണ്ടോ? അത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പം പതുക്കെ പൈത്തണൊക്കെ ചെറിയ രീതിയിൽ പഠിച്ചിരുന്നാൽ നല്ലത്. പക്ഷെ ഈ പറഞ്ഞ പോലെ കോഡിങ് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പൈത്തൺ ശരിയാണ്. പൈത്തൺ പഠിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനേക്കാളും എപ്പോഴും ബെനിഫിഷ്യൽ ആണ്, അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ പ്രോഗ്രാമിംഗ്. പൈത്തൺ ഒക്കെ ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ചിലർക്ക് അങ്ങനെ കോഡിംഗ് ആയിട്ട് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് നിർബന്ധിക്കാതിരുന്നത്. IT ബാക്ക്ഗ്രൗണ്ട് അല്ല, കൊമേഴ്സ് കഴിഞ്ഞ് ബികോം പൈത്തൺ പഠിച്ചാലേ ഡേറ്റ അനാലിസ്റ്റ് റോളിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നൊരിക്കലും ഞാൻ പറയില്ല. ഇതേപോലുള്ള മെനു ഡ്രിവൺ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഓക്കെ. മാഡം, ഞാൻ +2 ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. ഡിഗ്രിക്ക് DA ആണ് എടുത്തത്. ഞാനിത് പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഏത് ഹ്യൂമാനിറ്റീസ്? കേട്ടില്ല. ഹ്യൂമാനിറ്റീസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ BA ആണ് എടുത്തത്, BA ഹിസ്റ്ററി. ഓക്കെ. ഞാനിത് പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? പഠിക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അനലിസ്റ്റ് പൊസിഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. പക്ഷെ BA ഹിസ്റ്ററി കഴിഞ്ഞ ഒരാൾക്ക് ചിലപ്പോൾ ആ ഒരു നിൽക്കുന്ന ഫീൽഡിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും. പക്ഷെ ഞാൻ ഇപ്പം ആക്ച്വലി ഞാൻ ഹിസ്റ്ററി എനിക്ക് അറിയില്ല, അതിലും ഡേറ്റ ഒക്കെ കിട്ടില്ലേ നിങ്ങൾക്ക്? ഡേറ്റ അനലൈസ് ചെയ്യാനൊക്കെ ഇപ്പം ആർട്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത്. അതായത് മലയാളം, ഇംഗ്ലീഷിലൊക്കെ ഈ ഡേറ്റ അനലിറ്റിക് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ഡേറ്റ അനാലിസിസ് PhD ഒക്കെ ചെയ്യുന്നവർക്ക് ആവശ്യമുണ്ട്. അപ്പോ നിങ്ങളുടെ സബ്ജക്റ്റിലും അതിന്റെ ആവശ്യകത എന്താണെന്ന് എനിക്കറിയില്ല, ഇപ്പൊ അറിയില്ല. പക്ഷെ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് അതൊരു നിർബന്ധമായി അങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് റിസർച്ചിലൊക്കെ വേണ്ടതായി വരും ഒരു സമയം. അപ്പോ അതുകൊണ്ട് ഇപ്പം ശരിക്കും ചെയ്യേണ്ടത് ആ കുറച്ച് ഡേറ്റ എടുത്ത് ഈ 2 കാര്യങ്ങൾ, അതായത് അപ്പൊ സ്റ്റാറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് ഒട്ടും ഉണ്ടാവില്ലല്ലോ, ആ സ്റ്റാറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പഠിച്ചെടുക്കാം. സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് റിവൈസ് ചെയ്ത് പ്രോബിലിറ്റിയുടെ കുറച്ച് ബേസ് വേണം. അപ്പൊ ഇത് നന്നായിട്ട് ഞാൻ നേരത്തെ എന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ലേ, ഞാൻ കമ്പ്യൂട്ടർ സയൻസിലെ നിൽക്കേണ്ട വ്യക്തിയല്ല. അതേപോലെ തന്നെ നമ്മൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. BA ഹിസ്റ്ററിക്കാരന് ഒരിക്കലും ഒരു ഡേറ്റ അനലിസ്റ്റ് ആകാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അതുപോലെ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ബിക്കം ഡേറ്റ അനലിസ്റ്റ്. സംശയമില്ലതിൽ. മാം, എന്റെ പേര് ഗായത്രി. ഈ യൂട്യൂബ് ക്ലാസ് കണ്ടാൽ മതിയാകും ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയന്റിസ്റ്റിന്റെ ഒക്കെ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ? അതെ, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസിലൊക്കെ തുടങ്ങുക. നമ്മൾ കുറച്ചൊന്ന് പഠിച്ചൊരു എക്സ്പേർട്ട് ആകുമ്പോൾ ഒരു പേരിന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എടുത്താൽ നല്ല. അത് ഞാൻ അങ്ങ് കോഴ്സ് ഞാൻ പറഞ്ഞില്ലേ, NPTEL കുറിച്ച് പറഞ്ഞില്ലേ, അതാണ് നിങ്ങൾക്ക് എപ്പോഴും ലാഭവും നിങ്ങൾക്ക്
പഠിക്കാം. അത് IITs ഒക്കെയാണ് അതിൽ നടത്തുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു നിങ്ങളപ്പോ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ നോളജ് ഉണ്ടോ എന്നുള്ളത് ആ സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു 10% പോലും വെയിറ്റേജ് ആ സർട്ടിഫിക്കേഷൻ ഇല്ല എങ്കിലും ചില കമ്പനീസ് ചിലപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ച സർട്ടിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫൈനലി. പക്ഷെ യൂട്യൂബ് വീഡിയോസ് മാത്രം തുടങ്ങിയാൽ മതി, ഒരു പ്രശ്നമില്ല. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നിർത്തരുത്. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ യൂട്യൂബ് വീഡിയോസ് അല്ലെ ചില ബ്ലോഗ്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പം ഒരെണ്ണത്തിൽ മാത്രം വായിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചെറിയ മൈനർ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ പല യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിച്ച് തുടങ്ങുക. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ NPTEL. ഇനി NPTEL ബുദ്ധിമുട്ടാണ്, ഈ ഉടുമിയിലൊക്കെ വളരെ റേറ്റ് കുറവ് 300 റുപ്പീസിനും ഒക്കെ സർട്ടിഫിക്കേഷൻ കിട്ടും. കോഴ്സറയിൽ ഞാൻ വേണ്ടാന്നല്ല പറയുന്നത്, പക്ഷെ കോഴ്സറയിൽ ചെയ്യുമ്പോൾ അതിന്റെ ഫീസ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ടൈപ്പ് ഉണ്ട്, ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലത്. പക്ഷെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇറങ്ങരുത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ പഠിക്കുക. പഠിച്ചതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ കോഴ്സിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ കിടപ്പുണ്ട്. അതില് ഫിനാൻസുകാർക്ക്, ഞാൻ നേരത്തെ ചോദിച്ച കണക്ക് ഫിനാൻസുകാർക്ക് ഉപയോഗപ്പെടുന്ന കോഴ്സ് ഏതാണ്? ഫിനാൻസുകാർക്ക് ഉപയോഗിക്കപ്പെടുന്നതിലുപരി ആദ്യം നമുക്ക് ഡേറ്റ അനലിസ്റ്റ് റോളിലേക്കല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം കുറച്ച് എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ സയൻസ് എന്നോ അല്ലെങ്കിൽ ഞാൻ സോഫ്റ്റ്വെയർസിന്റെ പറഞ്ഞില്ലേ, അതിലേതെങ്കിലും സോഫ്റ്റ്വെയറിന്റെ കോഴ്സസോ അങ്ങനെ ഏതെങ്കിലും ചെറിയ രീതിയിൽ ചെയ്യുക. സ്റ്റാറ്റ്സും സോഫ്റ്റ്വെയറും പഠിച്ചതിന് ശേഷം ഫിനാൻസ് റിലേറ്റഡ് കോഴ്സിലേക്ക് പോവാം. അതിനകത്ത് ടാബ്ലൂവിന്റെ ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള കോഴ്സുകൾ നോക്കി അതെ, ടാബ്ലൂവിനൊക്കെ അതേപോലുള്ള കോഴ്സുകൾ ചെയ്യാം തീർച്ചയായും. നല്ലതാണ് അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നത്. പറയൂ. ഞാൻ BCA ലാസ്റ്റ് ഇയർ തേർഡ് ഇയർ. അപ്പം ഈ ഡേറ്റ അനലിസ്റ്റ് ഒക്കെ ആവാനായിട്ട് BCA ആണോ? BCA. ഇനി ഡേറ്റ അനലിസ്റ്റ് ആവാനായിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്പൊ എന്നെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. കേൾക്കുന്നില്ല, ക്ലിയർ ആവുന്നില്ല എനിക്ക്. ഞാൻ BCA പഠിക്കുന്നത് തേർഡ് ഇയർ. മനസ്സിലായി, അത് കേട്ടു. ഡേറ്റ അനലിസ്റ്റ് ആവാനായിട്ട് നീ മുമ്പോട്ട് എന്നാ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒരു BCA സ്റ്റുഡന്റിന്റെ അടുത്ത് പറഞ്ഞു. മാത്സ് സ്റ്റാറ്റ് നല്ലൊരു ബേസ് ആക്കുക, പിന്നെ കുറച്ച് പ്രോഗ്രാമിംഗ്. BCA-ക്കാർക്കാകുമ്പോൾ പ്രോഗ്രാമിംഗ് നിങ്ങൾ പൈത്തൺ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പൊ പൈത്തൺ ഉപയോഗിച്ച് പൈത്തൺ ഫോർ ഡേറ്റ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകളുണ്ട് മറ്റേ ഇതില് NPTEL-ഒക്കെ. അപ്പൊ അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നത് പൈത്തൺ ഉപയോഗിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഈ PGക്ക് പോകണമെന്ന് പോയി കഴിഞ്ഞിട്ട് ചെയ്യണോ അതിനൊന്നും PGക്ക് ഇപ്പൊ MCA ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണോ നല്ലത്, അതോ BCA ഹയർ സ്റ്റഡീസിന് പോകുന്നത് ഞാൻ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യില്ല. അതെപ്പോഴും മോട്ടിവേഷൻ തന്നെയാണ്. നമ്മളെപ്പോഴും നമുക്കൊരു ഡിഗ്രി കിട്ടുകയല്ലേ, എപ്പോഴും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റും ഒരു ഗ്രാജുവേറ്റും തമ്മിലുള്ള വ്യത്യാസമില്ലേ. അങ്ങനെ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ 100% ഞാൻ പറയുന്നത് MCA എന്തെങ്കിലും BCA അല്ലേ, അപ്പൊ MCA MSc കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ എന്തെങ്കിലും കോഴ്സിന് പോകും, പ്രോഗ്രാമിന് പോകും. അപ്പൊ അവിടെയും പഠിക്കുമല്ലോ നിങ്ങൾ. MCA അല്ലെ MSc കമ്പ്യൂട്ടർ സയൻസിന് എവിടെ പോയാലും ഈ പറഞ്ഞ പൈത്തൺ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു പേപ്പർ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ആക്കണം. എനിക്ക് 8:30 ആക്ച്വലി ഐ ഹാവ് അനദർ മീറ്റിംഗ്. ഹലോ മാം, പറയൂ. ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് ഫ്രഷർ ആയിട്ട് കയറുമ്പോ എക്സ്പെക്ടഡ് സാലറി ഒക്കെ എത്രയാ? അതൊക്കെ മോളെ കമ്പനി ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി. ഓക്കെ മാം. ഓരോ കമ്പനി വ്യത്യാസം. പിന്നെ കമ്പനിന്ന് മാത്രമല്ല, ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ IBM-ന്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പം IIT ഒരു ഫ്രഷർ IIT-ന്ന് വരുന്ന ഒരു കുട്ടിയുടെ കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല നമുക്കിപ്പം എവിടെ പറയണ്ടേ, ഇപ്പൊ രാജഗിരി അല്ലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, കേരളത്തിലുള്ള ഒരു കോളേജിൽ നിന്ന് വരുന്ന ഓഫർ ചെയ്യുന്നത്. അത് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ മാം. മാം നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതെ എനിക്കും ഉണ്ട്. എനിക്ക് 8:30 മീറ്റിംഗ് ഉണ്ട് വേറെ.
ഓക്കെ, നമുക്ക് കോഴ്സസിനെ പറ്റി ഒരു ക്വറി വന്നതുകൊണ്ട് പറയാണ്. നമുക്ക് DWMS പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ കോഴ്സറ, ലിങ്ക്ഡിൻ കോഴ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് തന്നെ 26ഓളം കോഴ്സസ് അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നല്ല കാര്യമാണല്ലോ. സോ DWMS പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഓക്കെ. സോ ഫർദർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്യാം. അല്ല, ആര്യ മാം, ഹലോ. ഹലോ, പറഞ്ഞോളൂ. മാം, അത് എങ്ങനെയാണ് DWMS ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഡയറക്ട്ലി ലിങ്ക്ഡിനിലോട്ട് റൂട്ട് ചെയ്യും? എങ്ങനെയാ? അതോ ആ ലിങ്ക്ഡിനിലുള്ള എല്ലാ കോഴ്സും അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ഓരോ ഡൊമൈനിലും ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. DWMS പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് എന്നുള്ള സെക്ഷനിൽ ഓരോ ഡൊമൈനും കാണിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സസ് എടുത്ത് അതിൽ എൻറോൾ ചെയ്ത് പഠിക്കാം. സെൽഫ് ബേസ്ഡും മെന്റർ ബേസ്ഡും അവൈലബിൾ ആയിരിക്കും. സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളെ കോളേജിൽ ഈ ഒരു ഡൊമൈനിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കും. അവരുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അതല്ല ഒരു മെന്റർ വേണ്ടെന്നുണ്ടെങ്കിൽ സെൽഫ് ബേസ്ഡിന് അപ്ലൈ ചെയ്താലും നമ്മൾ ഇവിടുന്ന് അപ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ മാം, താങ്ക്സ്. മാം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ മാം? ഈ ഡാറ്റാ സയൻസിന് പഠിക്കാൻ വേണ്ടി വല്ല ബുക്സ് ഏതെങ്കിലും മാമിന് റെഫർ ചെയ്യാൻ പറ്റുമോ? ബുക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റാ സയൻസിന്റെ ബുക്സുകളുണ്ട്. പക്ഷെ അതിലുപരി ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് ഈ മാത്സ് സ്റ്റാറ്റ് കോമ്പനി. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുന്നത്, സാമ്പിൾ പ്രോജക്ട്സ് ഒക്കെ അവൈലബിൾ അല്ലേ ഗൂഗിളില്. അപ്പോൾ ബുക്സിനേക്കാളും കുറച്ചുകൂടെ എഫക്ട്, അല്ലെങ്കിൽ ഡേറ്റാ സയൻസിന്റെ ബ്ലോഗ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം മീഡിയം എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ടുവേർഡ്സ് ഡേറ്റാ സയൻസ് മീഡിയം, ഇങ്ങനെയുള്ളതിലൊക്കെ ഒത്തിരി ബ്ലോഗ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുന്നതാണ് ഇപ്പം കുറച്ചുകൂടെ ഒരു ഇൻഫർമേറ്റീവ് ആണെന്നുള്ളത്. നിങ്ങൾ ആ ന്യൂ ടെക്നോളജി നിങ്ങൾക്ക് കുറച്ചുകൂടെ അപ്ഡേഷൻ കിട്ടുന്നത് അതായിരുന്നു. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, സോ ഇന്നത്തെ സെഷനെ പറ്റിയുള്ള ഒരു ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഫീഡ്ബാക്ക് ഫോം നമ്മൾ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ഫിൽ ഔട്ട് ചെയ്യണം. ആൻഡ് ഇന്നൊരു ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഡൊമൈനിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു മാഡത്തിൻ്റെത്. സോ ഓൺ ബിഹാഫ് ഓഫ് കേഡേഴ്സ് and all the participants, we extend our sincere thanks to Dr. Bindu Krishnan for taking the time to be with us and sharing such valuable insights. Thank you, ma'am. Thank you. And thank you for the interactive session. Thank you all for joining us today. Thank you. Thank you.